ആ വായിച്ച വായനാഭാഗത്തിൻ്റെ ഒരു സവിശേഷത ഞാനൊന്ന് പറയാം. ധന്യനായ യോഹന്നാൻ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന യോഹന്നാൻ. യേശുവിൻ്റെ മാറിടം ചാരിക്കിടന്ന് യേശുവിൽ നിന്ന് പഠിച്ച യോഹന്നാൻ. വേണ്ടത്ര അക്ഷരാഭ്യാസമില്ലാത്ത ഗലീലക്കടൽക്കരയിലെ ബെസയിദയിലെ ഒരു സാധാരണ മത്സ്യബന്ധന തൊഴിലാളിയുടെ മകൻ. യോഹന്നാന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അനുജത്തി ശലോമിയുടെ മകനാണ്. ആ അർത്ഥത്തിൽ യേശുവിൻ്റെ ബ്രദറാണ്, യങ്ങർ ബ്രദറാണ്. യോഹന്നാൻ്റെ ജീവിതാവസാനം നമുക്കറിയാം. നിങ്ങൾക്കറിവുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ പോയി സമയം കളയുന്നില്ല. പത്മോസ് ദ്വീപിലേക്ക് ശിക്ഷാർഹനായി കടന്നുപോയ യോഹന്നാൻ ഏകദേശം 90-നും 95-നും ഇടയ്ക്ക് പ്രായം. ഈ 90-നും 95-നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ നമ്മളിപ്പോഴും അത്ര എത്താതെ തന്നെ പറയാറുണ്ട് ക്ഷീണമാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലർ ഈ ക്ഷീണമാണെന്ന് പറയില്ല, അതിന് പകരം ബന്ധനമാണെന്ന് പറയും. വിശേഷിച്ച് സഹോദരിമാർ ഈ കൊച്ചുകുട്ടികളെ വളർത്തുമ്പോൾ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഒരു 4/3 ഭാഗം അവരങ്ങ് കഴിക്കും. കാട്ടിട്ടുണ്ടോ? ഒരു 5:1 എന്നൊക്കെ ഉള്ള അനുപാതത്തിലാണ് കഴിക്കുന്നത്. കുഞ്ഞിന് കൊടുക്കേണ്ട ഇതെല്ലാം കുഞ്ഞിനും കൊടുക്കും. ഒരു നല്ല ഭാഗം ഈ ഓട്ടംലെ സ്പിറ്റിലേക്ക്, ഈ അഗാധ കൂപത്തിലേക്ക് വിടും. എന്നിട്ട് പ്രായത്തിൻ്റെ നല്ലൊരു ഭാഗത്ത് ഷുഗറും പ്രഷറും അത്യാവശ്യം രോഗമൊക്കെ പിടിച്ചിട്ട് പറയുക ബന്ധനമാണ്, ഫുഡ് കുറയ്ക്കും. അത് ഈ കുഞ്ഞിൻ്റെ ഫുഡ് കഴിക്കാതെ. പിണങ്ങരുത്, എനിക്ക് വെളിപ്പെട്ട് വരുന്ന ചില സത്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, പലർക്കും രോഗത്തിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഇനിയും പലതും വെളിപ്പെട്ട് വരും, ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ 90-95 വയസ്സുള്ള യോഹന്നാൻ പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടി, കണ്ണിൻ്റെ കാഴ്ച നശിച്ച്, അന്നത്തെ ചക്രവർത്തിമാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി, ശരീരം തകർന്ന് തളർന്ന് മരണമെണ്ണിക്കഴിയുന്ന ദിനരാത്രങ്ങളൊന്നാണ്. ഇനി ഞാൻ എന്താകാനാ? എന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാ? യോഹന്നാൻ പൂർവ്വകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി. അദ്ദേഹം വന്ന ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് തിരിഞ്ഞു. എനിക്കൊപ്പം ഇറങ്ങിത്തിരിച്ച സഹയാത്രികരൊക്കെ തന്നെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ സഹപ്രവർത്തകൻ 30 വെള്ളിക്കാശ് യേശുവിനെ ഒറ്റിക്കൊടുത്തു മരിച്ചു. മറ്റൊരു സഹപ്രവർത്തകൻ ധീരെ യേശുവിന് വേണ്ടി പോരാടി മരിച്ചു. യാക്കോബ് വാളിൻ്റെ വായ്ത്തലക്ക് ഛേദിക്കപ്പെട്ടു. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലൂസ് തടിയിറക്കുന്ന വാളുകൊണ്ടറുത്ത് ദാരുണമായി റോമൻ ഭരണകൂടം കൊന്നുകളഞ്ഞു. ഇവർ നേടിയവർ, ഇവർ സുവിശേഷം പറഞ്ഞവർ, ഇവർ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവർ, ലക്ഷക്കണക്കിനായി സഭ വളർന്നപ്പോൾ 10,000-കണക്കിന് ആളുകൾ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥിച്ചവനെ എറിഞ്ഞുകൊടുത്തു. മനുഷ്യ ശരീരത്തിലേക്ക് ചോര പറ്റാത്ത ആടിൻ്റെ തോല് ഉരിഞ്ഞെടുത്ത് ആ ചോരയോടുകൂടെ ചുറ്റി ഉണങ്ങാൻ മരുഭൂമിയിൽ വച്ചു. ഉണങ്ങി ചോരയും ഈ തോല് മുട്ടിപ്പിടിക്കുമ്പോൾ ശ്വാസം മുട്ടി മരിക്കും. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. തിളച്ചുമറിയുന്ന ചുണ്ണാമ്പു ചൂളകളിലേക്ക് ക്രൈസ്തവ സഹന ഭടന്മാരെ ഇറക്കി നിർത്തി കൊന്നുകളഞ്ഞു. ഞാൻ ഈ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടൊരു കാഴ്ചയുണ്ട്. അത് മറ്റൊന്നല്ല, ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തിൽ ആയിരക്കണക്കിന് തലയോടുകൾ, നമ്മൾ തൊട്ടാൽ പൊടിഞ്ഞു പോവും, അതിങ്ങനെ ഗ്ലാസ്സിലിട്ട് വച്ചിരിക്കുകയാണ്. കുറേ ആളുകളൊക്കെ അവിടെ മൗനമായി പ്രാർത്ഥന ആചരിക്കുന്നു ഈ തലയോടുകൾക്കൊക്കെ മുമ്പിൽ. എന്നെ അവിടെ കൊണ്ട് കാട്ടിയ ഗൈഡിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം?
അദ്ദേഹം മറ്റൊരു കാഴ്ചയും കാട്ടി. ഈ തലയോടുകളുടെ മുകളിലൊരു സുഷിരം, മിക്ക തലയോടുകളിലും ആ സുഷിരമുണ്ട്. ചിലതിൽ ഒരു കൂർത്ത മുനയുള്ള മരത്തണ്ടടിച്ച് കയറ്റി അത് ഉണങ്ങിക്കരിഞ്ഞിരിപ്പുണ്ട്. ചിലതിൽ ആ മരക്കമ്പ് ദ്രവിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, റോം ഭരിച്ച കലിഗുള ചക്രവർത്തി ക്രൈസ്തവ യുവാക്കളെ കൊന്ന രീതിയായിരുന്നു ഇത്. ഇരുമ്പു തൂണിലേക്ക് മനുഷ്യനെ പിടിച്ച് കൈയും കാലും പുറകൊട്ട് കെട്ടിയിട്ട് കൂർത്ത മുനയുള്ള കമ്പുകൾ, അത്തരം ദണ്ടുകൾ കൂർപ്പിച്ചു കൊണ്ടുവന്ന് ചുറ്റികയ്ക്ക് പതുക്കെ പതുക്കെ അടിച്ചിറക്കും. അങ്ങനെ പ്രാണൻ യേശുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ തലയോടാണ് ആ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഒരു നേരം ആഹാരത്തിന് വേണ്ടിയോ, ദ്രവിച്ചു പോകുന്ന വസ്ത്രത്തിന് വേണ്ടിയോ, നശിച്ചു പോകുന്ന മുതലിന് വേണ്ടിയോ അല്ല യേശുവിനെ പ്രസംഗിക്കേണ്ടത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അത് പറയുന്ന ധീര സമര സേനാനികളെ യേശുവിന് ആവശ്യമുണ്ട്. ഇത് ജീവന്റെ മാർഗമാണ്, തേജസ്സേറിയ സുവിശേഷം. ആ സുവിശേഷത്തിന് വേണ്ടി പ്രാണൻ വെച്ചുകൊടുത്ത ജനകോടികളുടെ മാർഗത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ക്രൂര പീഡയുടെ കാലയളവിലൊന്നിൽ യോഹന്നാൻ കൊടും കുറ്റവാളികളെ എറിഞ്ഞു കളയുന്ന, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള പത്മോസ് ദ്വീപിലേക്ക് എടുത്തെറിയപ്പെട്ടു. കൊടും ക്രിമിനലുകൾ അടക്കി വാഴുന്ന ആ സ്ഥലത്ത് പണിയെടുത്ത് മരിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ കൽക്കരിക്കനിയിൽ പണിയെടുത്ത് മരിക്കണം. ശവശരീരം തട്ടിയെടുത്ത് അങ്ങോട്ട് കളയും. വല്ലപ്പോഴും എത്തുന്ന കപ്പലിൽ ഇവർക്ക് കഴിക്കാൻ അല്പം സൂപ്പും അതുപോലെ വേവിച്ച ഗോതമ്പും മുതിരയും അത് കിട്ടിയെങ്കിലായി, ഇല്ലെങ്കിലായി. ഇങ്ങനെ ഞെരുക്കത്തിൻ്റെ അപ്പം ഭക്ഷിച്ച് കഷ്ടതയുടെ പാനപാത്രം കുടിച്ച് 95 വയസ്സുള്ളൊരു മനുഷ്യൻ ജീവിതത്തെ എണ്ണി തീർക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മുഖകാന്തി പറ്റിയെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അകത്ത് തുടിക്കുന്ന ആവേശം കുറഞ്ഞെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആത്മപ്രവൃത്തിക്ക് അന്ത്യം സംഭവിച്ചെന്ന്? പുറമെയുള്ള മനുഷ്യൻ ചെയ്യിക്കുമ്പോഴും ക്രൈസ്തവ സഹന ഭടന്മാരുടെ അകം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിയും ആ ജ്വലനത്തിന്റെ സ്പന്ദനങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ ദുഷ്ടനായവൻ ശ്രമിക്കുമ്പോഴും അകത്ത് തിളയ്ക്കുന്ന ആത്മനിറവിന്റെ പ്രദർശനമുണ്ട്. അതുള്ളവനെ തകർക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും സാധിക്കില്ല. വീണ്ടും പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് നമ്മെ സമർപ്പിക്കാം. അങ്ങനെ നിമിഷങ്ങളെണ്ണി മരണം കാത്തിരിക്കുമ്പോൾ ആ കൈക്ക് ശക്തി പോരാ, കാലിന് ശക്തി പോരാ, കണ്ണുകൾക്ക് ദൂരത്തുള്ള കാഴ്ചകൾ കാണാൻ വയ്യ. ഇഴഞ്ഞു വരുന്ന കരിനാഗങ്ങളുണ്ട്, കടിച്ചു കീറാൻ വരുന്ന ചെന്നായ്ക്കളുണ്ട്, കൊത്തി വലിക്കാൻ അടുത്തടുത്തേക്ക് വരുന്ന പാമ്പുകൾ, കഴുകന്മാരൊക്കെ ഉണ്ട്. അവയെ ആട്ടിപ്പായിക്കാൻ പോലും ത്രാണിയില്ലാതെ പട്ടിണിയും പൈതാഹവും കൊണ്ട് വലഞ്ഞ ഈ മനുഷ്യനെന്നും ജീവിതത്തിൽ ആഗ്രഹിച്ചത് ഒരു പേരിനാൽ അറിയപ്പെടണം, യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇന്ന് രാത്രി നമുക്കും പറയാം, ഇവിടെ ഒന്നും വെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു പിടി മണ്ണും കിട്ടിയില്ലെങ്കിലും, ഉലകത്തിലൊരു ഡെപ്പോസിറ്റ് ഇല്ലാതെ പോയാലും, ലോകത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് വളർന്നില്ലെന്നവർ പറഞ്ഞാലും, എനിക്ക് മരിക്കും നേരം ഉലകം പറയട്ടെ യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇതിൽ പരം എന്തുണ്ട്? ഇതിൽ പരം എന്ത് ആനന്ദമുണ്ട് നമുക്ക്? ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചല്ല സംഭവിച്ചത്. ആ കിടപ്പിൽ അദ്ദേഹം ഒരു സാക്ഷി പറയുക. കർത്തൃദിവസത്തിൽ, അതായത് ലോകമെമ്പാടുമുള്ള
യേശുവിൻ്റെ അനുഗാമികൾ പ്രാർത്ഥനയിൽ ആരാധനയിലായിരിക്കുന്ന നിമിഷം കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഈ പ്രതിസന്ധിക്കൊന്നും എൻ്റെ ആത്മവിവശതയ്ക്ക് വില പറയാൻ സാധിച്ചില്ല. ഈ തകർച്ചയ്ക്കൊന്നും എന്നെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ യേശുവിൻ്റെ ചൈതന്യം ആ മരുഭൂമിയിൽ അനുഭവിച്ചറിഞ്ഞു. യേശുവിൻ്റെ ശബ്ദം ഞാൻ ഈ കാതുകളിൽ കേട്ടു. യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ എന്നോട് കൽപ്പിക്കുക, യോഹന്നാനേ എഴുതുക. ജരാനര ബാധിച്ച നിന്റെ മനസ്സിലേക്ക് ഓർമ്മയുടെ പുത്തൻ ഉണർവുകൾ തരാൻ, ആ കരങ്ങളെ ചലിപ്പിക്കാൻ, വീണ്ടും എഴുതിക്കുവാൻ, ആ കരങ്ങളിലേക്ക് തൂലിക പിടിച്ചു വെക്കുവാൻ ഞാനിതാ നിന്നോട് ആജ്ഞാപിക്കുമ്പോൾ ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം. മരണത്തിന്റെ മുനമ്പത്തും ഭക്തനെ ചില നിർവഹിക്കാനുണ്ട്, ഉദാത്തമായ ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്, ഉത്തരവാദിത്വ ബോധത്തോടെ ചിലത് ചെയ്തെടുക്കാനുണ്ട്. മരണം വിഴുങ്ങാൻ അടുത്തു വരുമ്പോഴും ഭക്തനൊരു കാര്യമറിയാം, എന്റെ മീതെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിറവ് അത് സംഭവിച്ചില്ലാതെ ഉലകം വിട്ടുപോകാൻ ഇടവരാത്ത വിധത്തിൽ അവൻ എന്നെ പത്മോസിൽ അയക്കുമ്പോഴും ആ ദൃഢനിശ്ചയം എൻ്റെ മീതെ കിടക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ആദ്യത്തൊക്കെ വിടുന്നു. എന്താണ് ആ കാഴ്ച? ശ്രദ്ധിക്കണം. തുറക്കപ്പെട്ട സ്വർഗം. അദ്ദേഹത്തിൻ്റെ തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 4-ാം അധ്യായം വിശദീകരിക്കുന്നു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ ചങ്കുറപ്പ വെളിപ്പാടുള്ളവൻ്റെ ശക്തി. ഉലകമങ്ങനെ തിളച്ചുരുകി മറിയുമ്പോഴും തുറക്കപ്പെട്ട സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവൻ പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശൻ. സിംഹാസനത്തിനു ചുറ്റും മരതകത്തോട് സദൃശ്യമായൊരു പച്ച വില്ല്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് ശുദ്ധ പളുങ്കിനൊത്ത ഒരു കണ്ണാടി കടൽ പുറപ്പെടുന്നു. യഹോവയുടെ 7 ആത്മാക്കൾ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, പ്രവചനത്തിൻ്റെ ആത്മാവ്, ഇങ്ങനെ 7 ആത്മാക്കളുടെ ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അവൻ്റെ മുമ്പിൽ 24 ഇതര സിംഹാസനങ്ങൾ. അതിൽ 24 എൽഡേഴ്സ് അഥവാ പ്രസ്ബിറ്റേഴ്സ്. മലയാളം ബൈബിളിൽ കിടക്കുന്നു മൂപ്പന്മാർ. അത് ബ്രദറിലെ മൂപ്പനോ IPSലെ മൂപ്പനോ ICFലെ മൂപ്പനോ ഒന്നുമല്ല, സ്വർഗീയ ജീവികൾ തന്നെയാണ്. ഈ മൂപ്പന്മാരവിടെ ഇരിക്കുന്നു. അവർ തലയിൽ കിരീടമൊക്കെ ഉണ്ട്, പക്ഷെ വെക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റും. ഇനി സിംഹാസനത്തിൻ്റെ മുമ്പിൽ 4 ജീവികൾ. ഇത് മറക്കരുത്, ശ്രദ്ധിക്കണം. നമ്മൾ വചനം വിശദീകരിക്കാൻ പോവാം. അതിൻ്റെ പൊരുൾ വിശദീകരിച്ച് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ. 4 ജീവികൾ. ഈ 4 ജീവികളെക്കുറിച്ച് പറയാം. നിങ്ങൾ മറക്കരുത്, 1-ാം ജീവി സിംഹസദൃശ്യം. എങ്ങനെയാ? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെ കൈ ഉയർത്തിയാട്ടെ. ഇല്ല, ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയാനാ, കുഴപ്പമില്ല. ചിലർ എന്താ കേൾക്കുന്ന അറിയില്ല, അപ്പോഴേ കൈ ഉയർത്തും. 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. രണ്ടും പഠിച്ചോ. 3-ാം ജീവി പറക്കുന്ന കഴുകന് മനുഷ്യന് സദൃശ്യം. 4-ാം ജീവി കഴുകന് സദൃശ്യം. 4 ജീവികളെ ഗ്രഹിച്ചാട്ടെ. 1-ാം ജീവി സിംഹമുഖമുള്ളത്. ഇത് കെരൂബുകളാണ്, സ്വർഗത്തിലെ ദൂതഗണങ്ങളാണ്. 2-ാം ജീവി കാളയുടെ മുഖമുള്ളത്. 3-ാം ജീവി മനുഷ്യമുഖമുള്ളത്.
നാലാം ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യം. ഈ ജീവികൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. എന്താ അവ പറയുന്നറിയണ്ടേ? കർത്താവേ, നീ സകലതും സൃഷ്ടിച്ചു. ഇത് മൂപ്പന്മാർ പറയുന്ന. ജീവികൾ പറയും, യെശയ്യാവ് ഇത് കാണുന്നുണ്ട്, ഒരുത്തനോടൊരുത്തൻ പറയുന്നു എന്നാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പോൾ പരസ്പരം പറയുന്ന ഒരുത്തനോടൊരുത്തൻ. നമ്മളൊക്കെ പരസ്പരം എന്തൊക്കെയാണ് പറയുന്നത് ആലോചിച്ച് നോക്കി. ഒരുത്തനോടൊരുത്തൻ എന്ത് പറയും? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വെറുതെ പറയില്ല. 6 ചിറകുള്ള ഈ ജീവികൾ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന. ഈ മുഖം മറച്ചിട്ട് അടുത്ത ആളിനോട് പറയാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞാനൊരു ഉദാഹരണം പറയാം. കാർക്കശ്യബുദ്ധിയുള്ള അച്ചടക്ക ബോധമുള്ളൊരു പ്രിൻസിപ്പൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾ പുസ്തകം ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് പറയുക, സാറ് വരുന്നു, സാറ് വരുന്നു, സാറ് വരുന്നു. ഭയം കൊണ്ട് പറയുന്ന. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ ഈ കൺട്രോൾ വിട്ടിട്ട് ഇവരുച്ചത്തിലായി പറയുന്നത്. ഉച്ചത്തിൽ അങ്ങോട്ട് ആർത്തപ്പോൾ ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടി വരെ ഇളകുന്നു. അന്തരീക്ഷം മുഴുവൻ ഇളകുന്നു. ആരാധിക്കുന്നവൻ്റെ ശബ്ദത്തിന് അത്രയും കനവും ഗാംഭീര്യവുമുണ്ടെങ്കിൽ അത് ശബ്ദമാന്ത്രികത്വത്തിലല്ല, ആരാധിക്കുന്നവൻ്റെ ആത്മാർത്ഥതയാണ് ആരാധനയുടെ പ്രസക്തി. അവിടെ മൂപ്പന്മാർ ഇവയ്ക്ക് മഹത്വം കൊടുക്കുമ്പോഴൊക്കെ തങ്ങളുടെ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കും. നിൻ്റെ മുമ്പിൽ ഇത് ധരിക്കാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. സ്വയസമർപ്പണമാണ്. അവർ പറയും, കർത്താവേ, നീ സകലതും സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ഹേതുവായി സകലതും ഉളവായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേ മറ്റൊരു കാഴ്ച. അതാണ് 5-ാം അധ്യായത്തിൽ. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ പക്കൽ ഒരു പുസ്തക ചുരുൾ. ആ പുസ്തക ചുരുൾ നമ്മുടെ ഇല്ലൻ്റെ ഒട്ടിക്കും പോലെ ഒട്ടിച്ചിരിക്കുക. 7 സ്ഥലങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ സ്ട്രിക്റ്റായ കാര്യമാണ്, ഭയങ്കര കോൺഫിഡൻഷ്യൽ മാറ്ററാണ്. അപ്പോൾ ഈ ജീവികളുടെ 4ൻ്റെ ഇടയിൽ നിന്നൊരു ശബ്ദം ചോദിച്ചു. നമ്മൾ ഈ പുസ്തകം പൊട്ടിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും തടസ്സമുണ്ടോ? ആർക്കും തടസ്സമില്ല. അപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്ന് ഈ പുസ്തകം പൊട്ടിച്ചാട്ട്, നിസ്സാര കാര്യമല്ലേ. യോഹന്നാൻ ആകാംക്ഷയോടെ നോക്കി. പുസ്തകവും അതിലെ മുദ്രയും തുറക്കാൻ ഭൂമിയിൽ, സമുദ്രത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എവിടൊക്കെ നോക്കിയിട്ടും ഒറ്റ ഒരുത്തനെയും കണ്ടില്ല. അപ്പം തൻ്റെ കാഴ്ച അവിടം കൊണ്ട് നിലയ്ക്കും. ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പുസ്തകം പൊട്ടിക്കണം. യോഹന്നാന് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിൽ വെച്ചും പഠിച്ചൊരു കാര്യം. അദ്ദേഹം അങ്ങ് കരഞ്ഞു. കരയുന്നവൻ്റെ പക്കൽ ഒരു ഉത്തരവുണ്ടെന്ന് പഠിച്ചോണം. ഹല്ലേലൂയ. തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞവൻ ലോകത്തിൻ്റെ മുമ്പിൽ തോറ്റ ചരിത്രമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എഴുന്നേറ്റ് വന്നു, കരയാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ബ്രദറിലെ മൂപ്പനോ ചർച്ചക്കൂടിലെ മൂപ്പനോ ഷാരൂണിലെ മൂപ്പനോ ഒന്നുമല്ല, നമ്മുടെ ആരുടെയും മൂപ്പന്മാരല്ല, പിന്നെ സ്വർഗീയ ജീവികളുടെ ഭാഗം. അതും കണ്ണീർ തുടച്ചിട്ട് പറഞ്ഞു, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിലെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇത് കേട്ട് യോഹന്നാൻ നോക്കിയപ്പോൾ ഒരു കാഴ്ച.
ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആരുടെയോ യുദ്ധത്തിൽ അത് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ സിംഹമടയിൽ കടന്നുപോയി യുദ്ധം നടത്തിയ ഒരാടും തിരിച്ചു വന്ന ചരിത്രമില്ല. പക്ഷെ ഈ ആട് കൊലകമ്പന്മാരെ നിലത്തടിച്ച് ജയഭേരി മുഴക്കി, ആർക്കും തോൽപ്പിക്കാനാവാത്ത ജയം തൻ്റെ തിരുമുറിവിനാൽ സ്ഥാപിച്ചവനാണെങ്കിൽ ഇത് കണ്ടിട്ട് ജീവജാലങ്ങൾ ഉറക്കപ്പാടി, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്കുമകത്തും നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും വംശത്തിലുമുള്ള ഞങ്ങളെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ, യേശു വെള്ളത്തിന്മീതെ നടന്നു, യേശു കുരുടനെ സൗഖ്യമാക്കി, യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇതൊന്നും സ്വർഗത്തിൽ ചെന്നപ്പോൾ ആരും പാടിയില്ല, കാരണം അപ്പം തിന്നവൻ അത് കഴിഞ്ഞു. കടലിന്മീതെ നടന്നു, അത് കഴിഞ്ഞു. ലാസറിനെ ഉയർപ്പിച്ചു, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിലെ പാട്ടിൽ ക്രൂശീകരണമുണ്ട്. ഇപ്പോൾ സ്വർഗത്തിൽ ഈ വിഷയമുണ്ടെന്ന് ഓർത്തുകൊള്ളണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. ക്രൂശിനെ കുറിച്ചുള്ള പാട്ട് അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ സ്തുതിച്ചു. കുഞ്ഞാടി മുദ്രകൾ മേടിക്കുന്നു, ഈ പുസ്തകം വാങ്ങുന്നു, മുദ്ര ഓരോന്നും തകർക്കുന്നു. ഈ മുദ്ര അങ്ങോട്ട് തുറക്കുമ്പോൾ അകത്തു നിന്ന് ചാടി വരുന്ന ജീവികളെക്കുറിച്ചാണ് ആ പെൺകുട്ടി വായിച്ചത്, അല്ലേ? നമ്മൾ വായിച്ച് കേട്ടത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്? 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 1-ാം ജീവി. 1-ാം ജീവി ഏതായിരുന്നു? നോ 1-ാം ജീവി വെള്ളക്കുതിരയല്ല, വന്നതാ വെള്ളക്കുതിര. വിളിച്ച കക്ഷി സിംഹം. സിംഹം വിളിച്ചു വരിക. വന്നതാരാണ്? വെള്ളക്കുതിര. ഇപ്പം മനസ്സിലായോ? സിംഹം വിളിച്ചു വരിക, വന്നത് വെള്ളക്കുതിര. 2-ാമൻ ജീവി വിളിച്ചത് കാളയാണ്. വിളിച്ചപ്പോൾ വന്നത് ചുവന്ന കുതിര. 3-ാം ജീവി വിളിച്ചു, മനുഷ്യനോട് സദൃശ്യമായ 3-ാം ജീവി വിളിച്ചപ്പോൾ വന്നത് കറുത്ത കുതിര. പറക്കുന്ന കഴുകനോട് സദൃശ്യമായ 4-ാം ജീവി വിളിച്ചപ്പോൾ വന്നത് വിളറിയ പച്ചക്കുതിര അല്ലെങ്കിൽ മഞ്ഞക്കുതിര. ഈ വിഷയമാണ് നമ്മളുടെ വിശകലനത്തിൻ്റെ ആധാരം. സന്തോഷമാണോ? ശ്രദ്ധിച്ചിരിക്കണം, വളരെ ശ്രദ്ധയോടിരിക്കണം. അകത്തും പുറത്തും വേണ്ട ഒരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. ബൈബിൾ ഗഹനമായി പഠിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. വ്യാഖ്യാതാക്കൾ ഇതിന് പലതരം വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഒരു 10-20 വർഷത്തെ എൻ്റെ എളിയ പഠനത്തിലൂടെ ഞാൻ കണ്ടെത്തിയ നിഗമനങ്ങൾ, പ്രാർത്ഥിച്ചെടുത്ത ചില കാഴ്ചപ്പാടുകൾ ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വച്ച പരമ്പരാഗത രീതിയിൽ നിന്ന് എൻ്റെ യാത്രയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അത് സസൂക്ഷ്മം കേട്ടിരുന്നെങ്കിലേ മനസ്സിലാവും. അപ്പം ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം, അവിടുത്തെ വീണ്ടും വരവ്, അതറിയാൻ യേശുവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ചൊന്ന് പഠിക്കണം. അതായത് ജനനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇഹലോകത്തിൽ 33.5 കൊല്ലം ജീവിച്ച ഘട്ടത്തിൽ യോസെഫ് മറിയ ദമ്പതികളുടെ മകനായിട്ട് അറിയപ്പെട്ടു. ഏതാണ്ട് 10-12 വയസ്സുള്ളപ്പോൾ ആലയത്തിൽ വലിയ സംവാദങ്ങളൊക്കെ നടത്തി. കുറേ കഴിഞ്ഞപ്പോൾ യേശുവിനെ ആരും ഒരു ജോലിക്ക് വിളിക്കുന്നില്ല. ഒരു കോഴിക്കൂട് മെയിൻ്റനൻസ് ചെയ്യാൻ പോലുള്ള പണി കിട്ടുന്നില്ല. അപ്പൻ്റെ ജോലി ഇതായിരുന്നല്ലോ. മാതാപിതാക്കളെ സഹായിച്ചെങ്കിലും ഈ ജോലിയിലൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആകുന്നില്ല. ആരും ഒരു ജോലിക്കും വിളിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ മറിയം ബീബി പറഞ്ഞു, മോനെ
ഇങ്ങനെ പോയാൽ പറ്റുകയില്ല, നിൻ്റെ താഴെ കുറേ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നുണ്ട്, ഞാൻ മടുത്തു ഇതിനെയൊക്കെ നോക്കി. അവിടെ നീ കുടുംബം പുലർത്താൻ എന്തെങ്കിലും ഒരു വിദ്യ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച ഒരു വഴിയല്ല ദൈവമായ വഴി. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായോ പറഞ്ഞു? അല്ല, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, അതുകൊണ്ടായി പറഞ്ഞു. എന്നോടൊരുത്തം പറഞ്ഞത് യേശു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു ദൈവമാണെന്ന്. അല്ല, യേശു പറഞ്ഞാൽ ദൈവമാകുമോ? ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ദൈവമാകുമോ? ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമല്ലെന്ന് എൻ്റെ സാക്ഷ്യം. എനിക്ക് അതിലും വലിയ സാക്ഷ്യം ഉണ്ടെന്നാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. ആ, അങ്ങനെ സ്വയം പരിചയപ്പെടുത്തി ദൈവമാകേണ്ടി വന്ന ആളല്ല കർത്താവായ യേശു. ഹല്ലേലൂയ. ആ, അതിലേക്ക് വരാം, നമുക്ക് സമയമുണ്ട്. ചില പറയുന്ന യേശു നല്ലൊരു മനുഷ്യനാണ്, ലോകം കണ്ടതിലെ മാന്യനായൊരു മനുഷ്യനാണ്, പ്രവാചക ശ്രേഷ്ഠനാണ്. ആനുകൂല്യമൊന്നും വേണ്ട ചാ, ഇത്രയും വലിയ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട, അത് കൈവച്ചോ. ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്ന നിക്കോദിമോസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാ ഇങ്ങോട്ട് ചുരുട്ടിക്കൂട്ടി എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, കുഞ്ഞു പോയി വീണ്ടും ജനിച്ചിട്ട് വരാൻ. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോട് പറയുക. തൽക്കാലം നമ്മൾ ചർച്ചയില്ലെന്ന്, കാരണം കുഞ്ഞു വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പോൾ ഈ കർത്താവിനെ നമ്മൾ വിളിക്കുന്നത് വേണ്ടെന്നേ, ആ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട. അവൻ ദൈവമെന്ന് കൃത്യം തെളിയിക്കാൻ വേണ്ട മെറ്റീരിയൽസ്, കൃത്യം തെളിയിക്കാൻ വേണ്ട ഡേറ്റ നമ്മുടെ പക്കലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല. ഈ പ്രവചന വിഷയം തീരാതെ വരും, അതുകൊണ്ട് ഒന്നുകൂടി പറയാം. ഞാനൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ, ഞാൻ സാറിന് ഈ സംവാദത്തിൻ്റെയും ചർച്ചയുടെയും കാര്യമൊന്നും ഇങ്ങനെ പറയാറില്ല, യാത്ര ചെയ്ത കാര്യം ഇതൊന്നും പറയാറില്ല. കഴിവത് ഈ വിഷയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ആ വിഷയം തീർക്കണം, അങ്ങനെയാണ് എൻ്റെ ഒരു നിഷ്ഠ. പക്ഷേ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ പ്രമുഖനായ സനലിടമറുക എന്ന യുക്തിവാദി വന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, യേശു ദൈവമാണ് ഈ ക്രൂശി കിടന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയേണ്ട കാര്യമുണ്ടാവും. നമ്മളെല്ലാം കരയുന്നതല്ല ഉള്ളോ? ആട്ടെ, നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ പുള്ളി പറഞ്ഞതിനെക്കുറിച്ച്? പുള്ളിയെ പഴിക്കരുത്, അതിനകത്തൊരു കാര്യമില്ലേ. ദൈവമാണ് ഈ ക്രൂശി കിടന്ന് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരയണോ? എൻ്റെ സുഹൃത്തെ, യേശുവിൻ്റെ കരച്ചിൽ പോലും പ്രീ പ്ലാൻഡാ, മുൻകൂട്ടി നിശ്ചയിച്ചത്, അവിടെ ഉണ്ടാക്കിയ ശബ്ദം പോലും. കാരണം യേശു ജനിക്കുന്നതിൻ്റെ 1000 ആണ്ടപ്പുറത്ത് യേശുവിൻ്റെ കരച്ചിൽ 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി വച്ചിരുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ചുരുക്കത്തിൽ യേശു ക്രൂശിൽ അനുഭവിച്ച ആ സകലത്തിൻ്റെ ത്യാഗത്തിൻ്റെ സന്ദേശം 1000 ആണ്ടുകൾക്കപ്പുറത്ത് മുൻകൂട്ടി എഴുതി വെച്ചത് അവൻ ക്രൂശിൽ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ചരിത്രം പഠിക്കണം. ഞങ്ങൾ മറുപടിയൊക്കെ കൊടുത്തു അവിടെ കിടപ്പുണ്ടെന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിന് 10-700 പേരൊക്കെ കേൾക്കാനുണ്ടായിരുന്നു. അപ്പം 35 പേര് കഷ്ടിയാണ്. കാരണം ഇത് ഇവിടെ നിന്നാ പുള്ളി എടുക്കുന്നതെന്നൊക്കെ കൃത്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ കേൾക്കാൻ ആളില്ല. ധാരാളം ആളുകൾ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കില്ലേ, തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. ഇനിയുണ്ട് പറയാൻ. ദൈവമക്കളെ, ഈ സുവിശേഷം എങ്ങും തോറ്റ ചരിത്രമില്ല, ഈ തിരുവെഴുത്തെങ്ങും പോയി കീഴടങ്ങിയ ചരിത്രമില്ല. ഹല്ലേലൂയ. ഉഗ്രപ്രതാപങ്ങളെ മുട്ടുകുത്തിച്ച ദൈവത്തിൻ്റെ തിരുവചനം കൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ ജനനത്തിൽ അടക്കമുള്ള സകല കാര്യങ്ങളും മുൻകൂട്ടി എഴുതിയിരുന്നു. യേശു എന്ന് ജനിക്കണം, എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, ആരുടെ മകനായി ജനിക്കണം. അല്ല വന്ന വഴിക്കൊന്ന് ദൈവമായേക്കാം എന്ന് പറഞ്ഞ അയാളല്ല. സ്തോത്രം. അതുകൊണ്ട് ആ ക്ലെയിം വേണ്ടി വരാഞ്ഞത് പിടിയോ? അപ്പം ഞാൻ അതിലേക്ക് വരാം. യേശു കർത്താവ് ജനിക്കും മുമ്പ് ലോകത്തിലെ പ്രബലങ്ങളായ 4 സാമ്രാജ്യങ്ങൾ യേശു ജനിക്കാൻ പാകത്തിനുള്ള ഒരു സാമൂഹ്യന്തരീക്ഷം സംജാതമാക്കി. മനസ്സിലായില്ല? പറയാം. നമ്മുടെ കർത്താവ് ജനിക്കുന്നതിൻ്റെ മുമ്പ് യേശുവിന് വഴിയൊരുക്കാൻ, ഈ സുവിശേഷത്തിന് വഴിയൊരുക്കാൻ 4 ലോകശക്തികൾ യേശുവിനെ എതിരേൽക്കാൻ ഇങ്ങനെ കാത്തു നിന്നു. വാ വാ, ഇതുവഴി വരൂ മഹാരാജാവേ, ചരിത്രത്തിന്റെ വിശാലമായ ഇടനാഴിയിലൂടെ അങ്ങയുടെ ആ പാദസ്പന്ദനം കേൾപ്പിച്ച് ഇതുവഴി വരൂ എന്ന് പറയാൻ 4 ലോകരാഷ്ട്രങ്ങൾ കാത്തുനിന്നു.
ഒന്ന് ചരിത്രപ്രസിദ്ധമായ ബാബിലോണാണ്. ബാബിലോൺ. ഈ ബാബിലോണിലാണ് ലോകത്ത് നിയമസംഹിതകൾ കൊണ്ടുവരുന്നത്. പല രാജ്യങ്ങളുടെ പേര് പറയുന്നെങ്കിലും ലോകത്തിലെ ആദ്യത്തെ നിയമജ്ഞൻ നമ്മുടെ കമ്മിറ്റിയിലോ കൗൺസിലോ ഒന്നുമുള്ള ആളല്ല, ഹമ്മുറബിയാണ്. ഹമ്മുറബിയുടെ നിയമമാണ് ലോകത്തിലെ ആദ്യത്തെ പീനൽ കോഡ്, ശിക്ഷാ നിയമം. അത് ബാബിലോണിയനാണ്. ബാബിലോണ്യരുടെ ഭരണാനന്തരം പേർഷ്യക്കാർ എന്നൊരു ഗ്രൂപ്പ് വന്നു. പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ അങ്ങ് ഇറാനിൽ തുടങ്ങി, ഇറാനിലാണ് അതിൻ്റെ കേന്ദ്രം, അങ്ങ് എത്യോപ്യ തുടങ്ങി ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന ഒരു വിശാല സാമ്രാജ്യം പാർസികൾ. ആ പാർസികൾ ഇപ്പോഴും കുറേ പേര് ഇന്ത്യയിലുണ്ട്. നമ്മുടെ ടാറ്റ മോട്ടേഴ്സൊക്കെ ഇല്ലേ, രത്തൻ ടാറ്റ, ഇതൊക്കെ പാർസികളാണ്. സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ട് അവർ ഇന്ത്യ വരെ ഉണ്ട്. അഗസ്യാരോഷൊക്കെ ഇല്ലേ, അതല്ലെങ്കിൽ എസ്തേർ പോയി താമസിച്ച വീടൊക്കെ ഇല്ലേ, ഇതാണ് പേർഷ്യൻ. ഈ പേർഷ്യക്കാർക്കൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, അവരേക ദൈവത്തിൽ വിശ്വസിച്ചു. പേർഷ്യക്കാർക്ക് ഒത്തിരി മനുഷ്യ സ്നേഹമുള്ളവരായിരുന്നു, ഒത്തിരി കൺസേണുള്ളവരായിരുന്നു. ബാബിലോണ്യർ അല്പം സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ പേർഷ്യക്കാർ അല്പം കൂടെ ഹൃദയമുള്ളവരായിരുന്നു. ഞാനവരെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കുന്നില്ല. അടുത്തതാണ് പ്രധാനം. പേർഷ്യൻ യുഗം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം വന്നു. അത് BC 333 മുതൽ 300 വരെ ഭരിച്ചു. ഏതാണ്ട് 33 കൊല്ലത്തെ അലക്സാണ്ടറുടെ മൊത്തത്തിലുള്ള ജീവിതകാലം. അതിൽ കുറച്ചേ ഭരിച്ചുള്ളൂ, 10-12 കൊല്ലം ആശാൻ ഭരിച്ചുള്ളൂ. പക്ഷേ ആ ഭരണകാലത്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അടുത്തടുത്ത രാജ്യങ്ങൾ മഹാനായ അലക്സാണ്ടർ വെട്ടിപ്പിടിച്ച് തൻ്റെ ഭൂപടത്തിൻ്റെ കീഴിലാക്കും. പക്ഷെ ഒരു പ്രശ്നം, ഇങ്ങനെ രാജ്യങ്ങളെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരന് ഭരിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരൻ ചെന്നൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? ഭാഷ. പടയാളികൾക്ക് ഒരാജ്ഞ കൊടുത്താൽ പിടികിട്ടുന്നില്ല. വെട്ടാൻ പറഞ്ഞാൽ അവർ ക്ഷമിക്കും, ക്ഷമിക്കാൻ പറഞ്ഞാൽ കയറി വെട്ടും. ആകെപ്പാടെ പ്രശ്നം. അലക്സാണ്ടർക്ക് മനസ്സിലായി, ലോകം മുഴുവൻ ഒന്നിച്ചു ഭരിക്കാൻ ലോകത്തെ ഒരു ഭാഷയ്ക്ക് കീഴിൽ കൊണ്ടുവരണം. അലക്സാണ്ടർ പണം മുടക്കി, പണ്ഡിതന്മാരെ വരുത്തി, വ്യാകരണ സ്കൂളുകൾ സ്ഥാപിച്ച് ലോകം മുഴുവൻ തൻ്റെ മാതൃഭാഷയായ ഗ്രീക്ക് പഠിപ്പിച്ചു. ലോകം മുഴുവൻ ഗ്രീക്ക്. അങ്ങനെ ആ കുട്ടികൾ പഠിക്കുന്ന മിക്ക കാര്യങ്ങളും ഗ്രീക്കാണ്. അവർക്കറിയില്ലെന്നേ ഉള്ളൂ. നേഴ്സുമാർ പഠിക്കുന്ന പകുതി കാര്യം ഗ്രീക്കാണ്. ഡോക്ടർമാരൊക്കെ പഠിക്കുന്നത്. പീഡിയാട്രീഷ്യനെ കാണാൻ പോയി എന്ന് പറയില്ലേ, പൈഡിയ അർത്ഥം ചിൽഡ്രൻ, കുഞ്ഞ്, ചൈൽഡ്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറയില്ലേ, ഗുനൈ, അതാണ് സ്ത്രീയുടെ ഗ്രീക്ക് വേർഡ്. യേശു മറിയെ വിളിച്ച പേരാണ് സ്ത്രീയെ ഗുനൈ എന്ന് ഗ്രീക്കിൽ. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾഭൂവുകളെയും അറിയുന്ന കർത്താവെന്ന് പറയുന്ന ഇടത്ത് ഗ്രീക്കിൽ കിടക്കുക. എനിക്ക് നിൻ്റെ കാർഡിയായെയും നിൻ്റെ നെഫ്രോണും അറിയാം. കാർഡിയോളജി മനസ്സിലായോ? ഹൃദയം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പകുതിയും ഗ്രീക്കാണ്. ഇതെല്ലാം ഇവിടുന്ന് പോയ സംഗതികളാണ്. കഴിഞ്ഞ 200 കൊല്ലത്തെ ചരിത്രം പഠിച്ചാൽ ഗുണകരമായൊരു കണ്ടുപിടുത്തവും ഒരു നിരീശ്വരനും കണ്ടുപിടിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ് മഹത്തരമായ കണ്ടുപിടുത്തങ്ങളെല്ലാം പിന്നിൽ. നീ ഞങ്ങളെ പഠിപ്പിക്കാതെ വെറുതെ ചുമ്മാരി തെളിവ് വെച്ച് അങ്ങോട്ട് പറഞ്ഞുതരാം. പ്രാർത്ഥിച്ച, ആത്മാവിൽ ആരാധിച്ച സയൻറ്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തമാ ലോകത്തെ ഇന്ന് കാണുന്ന അളവിലേക്ക് പരിഷ്കരിച്ചത്. ഒരു നിരീശ്വരൻ്റെ സൗജന്യമല്ല. സ്തോത്രം. അവരോട് വിരോധിച്ചൊന്നും പറയില്ല. ചില വാചകടിയൊക്കെ കേട്ടിട്ട് പറഞ്ഞു പോന്നാണ്. സ്തോത്രം. ഇനി പറയട്ടെ, ഈ ഗ്രീക്ക് ഭാഷ ലോകം മുഴുവൻ പരന്നു. പക്ഷെ പുള്ളിക്കൊരു ഗതികേട് പറ്റി. ഭാഷ ലോകത്തെല്ലാം എത്തിച്ചു, പക്ഷെ ആൾ മരിച്ചുപോയി. നിങ്ങൾക്കറിയാമല്ലോ. മരണ വീട്ടിൽ കേട്ട് മടുത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. പോട്ടെ. എന്തെന്നാ, അലക്സാണ്ടർ മരിക്കാൻ നേരം കൈ ഇങ്ങനെ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാ കാര്യം. ഇനി ഞാനും കൂടെ അത് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും മരണം നടന്ന കാര്യം ഓർത്ത് വന്ന് എന്നെ തല്ലും. ചിലർ ഈ ശവം ഉയർത്തെഴുന്നേറ്റാലും നിർത്തുകയില്ല. സൂര്യൻ്റെ തേജസ് വരണമെന്ന് പറഞ്ഞ് അവിടെ നീക്കുക. ചന്ദ്രൻ്റെ തേജസ് പുറകെ വരുന്നുണ്ടെന്ന് അനുശോചനം. കൊല്ലാത്ത വീടേ അല്ലേ? അണ്ട് അലക്സാണ്ടറെ പറ്റി പറയുന്നില്ല. പോട്ടെ. അലക്സാണ്ടർ പക്ഷെ ഒരു പണി ചെയ്തു.
ലോകം മുഴുവൻ ഈ ഭാഷ എത്തിച്ചു. ഇന്ന് ഇംഗ്ലീഷ് പോലെയാണ് അന്ന് ഗ്രീക്ക്. ഗ്രീക്ക് became the lingua franca of the ancient worlds. പൗരാണിക ലോകത്തിൻ്റെ മുഖ്യ സമ്പർക്ക ഭാഷയായിട്ട് ഗ്രീക്ക് മാറി. പക്ഷെ പുള്ളി മരിച്ചുപോയി. പിന്നാലെ വന്നത് റോമക്കാർ ഈ ഭാഷയ്ക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല. ഉള്ള ഭാഷ നിൽക്കട്ടെ, കൂടെ തങ്ങളുടെ ഭാഷയായ ലാറ്റിൻ അഥവാ ലത്തീൻ അതുകൊണ്ട് റോമക്കാർ പ്രാധാന്യം കൊടുത്തത് വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന നദികളെ തമ്മിൽ സംയോജിപ്പിച്ച് ഏകീകരിച്ച് നദികളുടെ ഒഴുക്ക് സുഗമമാക്കി. പല നദികൾ ഇങ്ങനെ കിടക്കുക, അതെല്ലാം കൂടെ ഈ വളവും തിരിവുമൊക്കെ കഴിഞ്ഞ് നേരെയാക്കിയത്. അത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു വിഷമം. ഇന്ത്യയിൽ 15 കൊല്ലമായിട്ട് നദികളെ തമ്മിൽ സംയോജിപ്പിക്കാനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുക, ഇതുവരെ വിജയിച്ചിട്ടില്ല. എൻ്റെ കാരണം അറിയോ? നദികളുടെ പേരെല്ലാം സഹോദരിമാരുടെ പേരാ. സരയു, യമുന, പെൺപിള്ളേരുടെ പേരാ. നിങ്ങൾ യോജിച്ചു പോയ ചരിത്രമുണ്ടോ? ആലോചിച്ച് നോക്കി. യോജിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ എത്ര കോടികൾ മുടക്കിയിട്ടും അത് നടക്കുന്നില്ല. അന്നേരം നമ്മുടെ ലേഡീസ് മീറ്റിംഗ് വിജയിച്ചില്ലെന്നോർത്ത് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട, പോട്ടെ. അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ അതുപോലൊരു കാര്യം അവർ ചെയ്തു. ഈ കടലിടുക്കുകൾ ഇങ്ങനെയൊക്കെ കിടക്കും, ഉൾക്കടൽ കയറി കിടക്കും. ഈ സ്ഥലത്തൊക്കെ കള്ളന്മാർ പതിയിരുന്നിട്ട് ചെങ്ങാടത്തിലും മറ്റും അങ്ങോട്ട് ചെന്നിട്ട് പായ്ക്കപ്പലുകൾ പിടിച്ചു നിർത്തി അതിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കും. കടൽ കൊള്ള ആളുകളുടെ ഒരു വഴി, അന്നത്തെ പരിപാടിയാണ്. ഇന്നുമുണ്ട് കടൽ കൊള്ള. റോമക്കാർ ലോകത്തിലേക്ക് വന്നു, കടൽ കൊള്ളക്കാരെ നിഷ്കരുണ അമർച്ച ചെയ്തു. വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഈ നദികളെ ഏകോപിപ്പിച്ച് കനാലുകൾ ഉണ്ടാക്കി. ഇതിലെല്ലാം ഉപരി നല്ല റോഡുകൾ ഉണ്ടാക്കി. നല്ല റോഡെന്ന് പറഞ്ഞാൽ പോരാ, കല്ലുവാകി ഉറപ്പിച്ച്, അന്നത്തെ മൃഗം കെട്ടിവലിക്കുന്ന വണ്ടി കെട്ടിവലിക്കുന്ന വഴിയാ. നല്ല കല്ലുവാകി ഉറപ്പിച്ച വഴികൾ, രണ്ടോരത്തും തണൽ മരങ്ങൾ, യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റണം. അങ്ങനെ എല്ലാ റോഡും റോമിലേക്കെന്നൊരു വഴമൊഴി തന്നെ ഉണ്ടായി. സിമൻറ്റിൻ്റെ കണ്ടുപിടുത്തം റോമക്കാരാണ് നടത്തിയ. നല്ല രമ്യകർമ്മങ്ങൾ, നല്ല പാതകൾ, ഇതൊക്കെ ഉണ്ടാക്കി. ഉപദേശി എന്തിനാ ഇതൊക്കെ പറയുന്നെന്നോ പറയാം. ഈ കടൽക്കൊള്ളക്കാരെ അമർച്ച ചെയ്തപ്പോൾ, കനാലുകൾ വെട്ടി വഴി സുഗമമാക്കിയപ്പോൾ 1 മാസം വളവിൽ കൂടി ചുറ്റിത്തിരിഞ്ഞു പോകേണ്ട യാത്ര 2 ദിവസം കൊണ്ട് ചെല്ലാവുന്നതായി. പിടികിട്ടിയോ? ഇതുണ്ടാക്കിയ റോമക്കാരും പട്ടുപോയി. അവർക്കറിയാത്തൊരു പരിപാടി ദൈവം കരുതി വച്ചിരുന്നു. അലക്സാണ്ടർ ഒരു ഭാഷയ്ക്ക് കീഴിൽ ലോകത്തെ കൊണ്ടുവന്നു. അലക്സാണ്ടർക്ക് പ്രയോജനപ്പെട്ടില്ല. പ്രയോജനപ്പെട്ടത് ഞങ്ങൾക്കാ. കാലം പഠിച്ചുവോ, ഞങ്ങളുടെ ടെക്നിക്ക് നിൽക്കൊന്നും അറിയില്ല. റോമക്കാരൻ നല്ല പാതയുണ്ടാക്കി, വഴി സൗകര്യം എളുപ്പമാക്കി. അതുകൊണ്ടാണ് ഞങ്ങളുടെ പൗലൂസിന് അക്കാലത്ത് 3 റൗണ്ട് ഭൂമിയെ വലം വെക്കാൻ സാധിച്ചത്. വഴി എളുപ്പമായി. ഈ ഭാഷയിൽ പോയി പ്രസംഗിച്ചപ്പോൾ കേട്ടിടത്തൊക്കെ ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ യേശുവിൻ്റെ വരവിന് മുമ്പ് ലോകം ഈ സുവിശേഷം കൈക്കൊള്ളാനൊരുങ്ങി. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയാ, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. വ്യക്തമായോ? ഇതാ ഗലാത്യർ 4:4 പറയാ, കാലസമ്പൂർണത വന്നപ്പോൾ. എന്താ കാലസമ്പൂർണത? കാലം അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയപ്പോൾ. യേശു ജനിച്ച കാലം മനസ്സിലായോ? നല്ല റോഡുള്ള കാലം, നല്ല യാത്രാ സൗകര്യമുള്ള കാലം, എവിടെ പോയി പ്രസംഗിച്ചാലും പ്രസംഗം കേട്ടാൽ മനസ്സിലാകുന്ന കാലം. അതുവഴി ഒരു വിഡിത്ത ആൾക്കാർ തിരുത്തിക്കോണം. ഇപ്പം ചില പറഞ്ഞ അന്യഭാഷയെന്ന് പറഞ്ഞാൽ ഭാഷ അറിയാത്ത ആളുകളിടയിൽ പോയി പ്രസംഗിക്കാനുള്ളൊരു വരവാണ്. നല്ല, കാരണം എല്ലാവർക്കും ഗ്രീക്ക് അറിയാം. മനസ്സിലായോ? അത് ചർച്ചിനുള്ളിൽ ഉപയോഗിക്കേണ്ട സംഗതിയുടെ പേരാ അന്യഭാഷ. പിടികിട്ടിയോ? അല്ല, സുവിശേഷം അറിയിക്കാത്ത ആളുകളോട് സുവിശേഷം അറിയിക്കാൻ കിട്ടിയ ഒരു ഭാഷയല്ലത്. പിന്നെന്താണ്? തനിക്ക് താൻ ആത്മീക വർധന വരുത്തുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഭാഷയാണ്. അന്യഭാഷയിൽ സംസാരിച്ചിട്ട് കേട്ട ചില പുള്ളികൾ പറയുക, മനസ്സിലാകുന്നില്ല. നിനക്ക് ആയുസ് മനസ്സിലാവില്ല. എന്താ കാര്യം? നിന്നോടല്ല പറഞ്ഞു, പിന്നെന്താ കാര്യം? നിന്നോട് ആര് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാൻ? മനസ്സിലായോ?
അല്ല, കാര്യം പിടിയിട്ടോ? ഞാൻ എൻ്റെ വസ്തുത പറയാം. ഞാനിവിടെ വരുമ്പോൾ സാധാരണ ഞാൻ നേരെ ഈ യോഗ സ്ഥലത്തേക്ക് വരത്തേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രശ്നമാകില്ല അതിനാ. അപ്പോഴോ പാസ്റ്റർ പറഞ്ഞു, എന്നാലും ഒരു ചായ കുടിച്ചിട്ട് പോകാം. അങ്ങനെയെങ്കിലും ഒരു ചായ. പക്ഷേ എന്നെപ്പോലുള്ള ഒരാൾക്ക് ചായ തരിക എന്ന് പറഞ്ഞാൽ സാഹസികമാണ്. ഞങ്ങൾ ഈ ഹൈ റേഞ്ച് ജനസിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ചായ തന്നു മടുത്തു. നിങ്ങളുടെ 3 ചായ സമയം എൻ്റെ 1 ചായയാണ് കടുപ്പം. കാരണം രാജവമ്പാല കുത്തിയാലും ഏക്കരുത്, അതിനാണ് ഇത്തരം ചായ കുടിക്കുന്നത്. മനസ്സിലായിക്കോ? പാമ്പ് കടിച്ചിട്ട് നാണിച്ചു പോകണം, എവനായിരുന്നോ എന്ന് ചോദിക്കണം. അതിനാ. അപ്പോൾ ഞാനീ പാസ്റ്റർ എടുത്തതാണ്. പാസ്റ്റർ എനിക്കൊരു ചായ തന്നു. ഈ ചില പാസ്റ്റർമാർ ഈ ചായ പോരട്ടെന്ന് പറയും, പക്ഷേ എന്ത് ചെയ്താ ഈ തേയിലപ്പൊടി വാങ്ങി കൊടുക്കുകയില്ല. സമയത്തിന് കൊടുക്കും. പെണ്ണുങ്ങൾ കിടന്ന് വിഷമിക്കുക. അങ്ങനെയുള്ള വില്ലന്മാരില്ലേ. പോരട്ടെ, സ്ത്രീ തന്നു, ഞാനങ്ങ് തിന്നു. ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും അറിയില്ല. പാവം സഹോദരിമാർ അകത്തോട്ട് നോക്കുക. പോരട്ടെ പോരട്ടെ എന്ന് എന്ത് ചെയ്യും? തേയിലയില്ല. പാസ്താരിയല്ല കേട്ടോ, അല്ല, സൂപ്പർ ചായ. ഇങ്ങോട്ട് പോരട്ടെ 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 എന്ന് വരുന്നുണ്ടൊന്നും വരുന്നില്ല. അവസാനം ഈ സഹോദരിക്കൊരു മടി, തേയിലയില്ലെന്ന് എൻ്റെ കേൾക്കെ പറയാൻ. എന്നെ പുള്ളിക്കാരി ഈ മറപറ്റി നിന്നിട്ട് പാസ്റ്ററെ വിളിച്ചു. ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കണ്ണുമൊക്കെ കാണിയിട്ട്, കണ്ണൻ ദേവൻ എന്നുള്ളതിൻ്റെ ഈ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ണും കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. അതിൻ്റെ അർത്ഥം കണ്ണൻ ദേവൻ ഒക്കെ കാണിച്ചു. ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. അപ്പം ഞാനിതിങ്ങനെ, എനിക്കൊന്നാമത് ലോങ് സൈറ്റാണ്, അടുത്തുള്ളതൊന്നും കാണത്തില്ല, ദൂരെ ഉള്ളവരൊക്കെ കാണാം. അതാ ശരി. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അല്പം കഴിഞ്ഞ് വാസ് പറഞ്ഞു, വെയിറ്റ് ചെയ്യും, ഞാൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കും, ഞാനിപ്പോൾ വരാം. ഒറ്റപ്പോക്ക്. ഇഷ്ടം പോലെ ചായപ്പൊടി, കഴിക്കാനുള്ള സാധനങ്ങൾ, ഒരു ലോഡ് സാധനമായിട്ട് ഇങ്ങ് വന്നു. എനിക്ക് ചായയും കിട്ടി. അതിനകത്തൊരു കാര്യമേ, ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവരുടെ ഈ ആക്ഷനും എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഏതാ? കണ്ണൻ ദേവൻ. അല്ല, കൃപാവരമുള്ള ആളുവാണെങ്കിൽ ഓർത്തന്നെ ഈ സഹോദരിക്ക് വേറെന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ രക്തത്തിൽ ആശ്രയിക്കാൻ നമ്മളല്ലേ. കാരണം ഇത് സംഭവം നമ്മുടെ കുഴപ്പമില്ലെന്ന്. കുഴപ്പം ഇവർ തങ്ങളിൽ സംസാരിച്ചതിന് ലിപിയില്ലെന്ന്. ഇവർ തങ്ങളിൽ സംസാരിച്ചതിന് ഭാഷയില്ല, ലിപിയില്ല, വള്ളിയില്ല, പുള്ളിയില്ല. പക്ഷെ മനസ്സിലാവേണ്ട ഒരു കാര്യം പിടിയിട്ട്. ഇപ്പം മനസ്സിലായോ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഞാൻ ചോദിക്കുക, അച്ഛാ എന്തുവാ മുമ്പ് പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ലല്ലോ. എടാ, ചായ കുടിച്ചിട്ട് പോക്കണം. പിടികിട്ടിയോ നിങ്ങൾക്ക്? കാന്തയും കാന്തനും സംസാരിക്കുന്നിടത്ത് നീ ആര്? കാന്തനോട് പല കാര്യം പറയും. എടാ, ആണത്തമുള്ളവനെ, നീ അതിനകത്ത് പോയി ശ്രദ്ധിക്കാവോ? ആര് പല കാര്യം പറയും. അവർ ഇരിക്കും, പിണങ്ങും, സന്തോഷിക്കും, കളിയാക്കും. അതിനകത്ത് പോയി ഇടപെടാവോ? ഇതാ ചില പുള്ളികൾ പറയുക മനസ്സിലാകുന്നില്ലെന്ന്. അതാ കാര്യം. നീ കാന്തയാകുമ്പം പറയും മനസ്സിലാകുന്നില്ല. പ്രൈസലോ. കാന്തനോട് സ്നേഹപ്രകടനം നടത്തുന്ന ഭാഷയാണ് ഇത്. ഇന്ന് വരെ ഈ കാന്തൻ മനസ്സിലാകില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നാട്ടുകാർക്കല്ല, സഭക്കാർക്കല്ല, തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. ആരും തിരിച്ചറിയുന്നില്ല. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വിഷയം അതല്ല, അത് വിഷയത്തിൽ വരണം. അപ്പോൾ മുഴു ലോകത്തിലും സുവിശേഷം എത്തിക്കുന്നൊരു ഭാഷ. അതുകൊണ്ടാണ് പത്രങ്ങളില്ലാത്ത, മാധ്യമങ്ങളില്ലാത്തൊരു കാലത്ത് യേശുവിൻ്റെ വചനം ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തി. വഴിയൊരുക്കി തന്ന ആരാ? ബാബിലോന്യർ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, റോമക്കാർ. ആ വഴിയിലൂടെയാണ് സുവിശേഷം സ്പ്രെഡ് ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമായോ? കേരളം വരെ ഇവിടെ എത്തിയെന്ന് സുവിശേഷം. അങ്ങനെ എത്തിയതാ. ഇത് വഴി കറക്റ്റായതുകൊണ്ട് എത്തിയതാ. AD 45 ഹിപ്പാലസ് എന്നൊരു കൊടുങ്കാറ്റ് കണ്ടുപിടിച്ചു. കൊടുങ്കാറ്റ് നേരത്തെ ഉണ്ട്, അന്നേരം ഇവർ കണ്ടുപിടിക്കുന്നത്, അതേ ഉള്ളൂ. ആ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പായ്ക്കപ്പലിൽ ആളുകൾ യാത്ര ചെയ്ത് പോകുന്ന കാലമുണ്ട്. അങ്ങനെ സുവിശേഷം മുഴുലോകത്തും എത്തി. എവിടെ ചെന്ന് പ്രസംഗിച്ചാലും ഗ്രീക്ക് അറിയാം. അങ്ങനെ സുവിശേഷം പരന്നു.
നമ്മൾ നമ്മുടെ വിഷയത്തിലെത്തിയില്ല. നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിച്ച്, ലോകം അറിയാതെ ഒരു ഭാഷയ്ക്ക് കീഴിൽ തിരിച്ചു വരുന്നുണ്ടോ? ലോകം വീണ്ടും ഒരു ഭാഷയ്ക്ക് കീഴിലേക്ക് വരുന്നുണ്ടോ? ആംഗലേയം, ഇംഗ്ലീഷ്. പിടികിട്ടിയോ? ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കീഴിലേക്ക് ലോകം അമർന്നു. ലോകത്തേറ്റവും വളരെ വേഗത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ കണ്ടോ? ഞാനിവിടെ സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. 10,000-കണക്കിന് ആളുകൾ കാണുക. ഇത് പിന്നെ അവിടെ കിടക്കും, പിന്നെയും പിന്നെ ആളുകൾ കാണും. എഫക്റ്റീവ് ടെലികമ്മ്യൂണിക്കേഷൻ. ലോകത്തേറ്റവും വേഗത്തിൽ യാത്ര ചെയ്യാൻ പാകത്തിനുള്ള എയർപോർട്ടുകളും മറ്റ് സൗകര്യങ്ങളും അങ്ങനെ റോഡുകളും ഒക്കെ വളരെ വേഗം വരുന്നു. എന്തിനാ ഇതെന്ന് മനസ്സിലായോ? രാജ്യത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ഈ സുവിശേഷം ലോകമൊക്കെ പ്രസംഗിക്കപ്പെടണം. അപ്പോൾ യുഗാവസാനം വരും. സൂചന കണ്ടു പഠിച്ചോണം. ഹല്ലേലൂയ. നമ്മുടെ പോയിൻ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തുക. വിശാലമായൊരു വിഷയത്തിൻ്റെ സ്ട്രക്ചർ അടിച്ചു പോകാനേ നമുക്കിന്ന് കഴിയൂ. ശ്രദ്ധിക്കണം പ്രിയരെ. നമ്മൾ കണ്ടു യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് 4 ലോക സാമ്രാജ്യങ്ങൾ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ്, റോമ. ലോകത്തെ ഇളക്കി മറിച്ച് ഉഴുതുമറിച്ച് സുവിശേഷത്തിൻ്റെ വിത്ത് വിതറുവാൻ പാകത്തിനുള്ള അന്തരീക്ഷം സംജാതമാക്കിയതുപോലെ സസൂക്ഷ്മമായി ഇന്ന് നിങ്ങൾ ലോകത്തേക്ക് കണ്ണോടിച്ചാൽ ഒരു കാഴ്ച കാണാം. ലോകമിതാ രാജാതിരാജാവും കർത്താതികർത്താവുമായവനെ എതിരേൽക്കാൻ ഒരുങ്ങുന്നു. എങ്ങനെ? അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച 4 കുതിര. ആ കുതിരയെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് നിർത്താം. സന്തോഷമാണോ? ശ്രദ്ധിച്ചിരുന്നോട്ടെ. ഒന്നാം ജീവി വിളിച്ചു. ഒന്നാം ജീവി ഏതാ? സിംഹം. ഉണ്ടോ? കൊച്ചുമോൾ പഠിച്ചു, നന്നായിരിക്കുന്നു. ഒന്നാം ജീവി വിളിച്ചപ്പോൾ വന്നതാരാ? വെള്ളക്കുതിര. രണ്ടാം ജീവി വിളിച്ചപ്പോൾ രണ്ടാം ജീവി ആരാ? പറവയോ? കാള. അന്നേരം വന്നാരാ? ചുവന്ന കുതിര. മൂന്നാം ജീവി മനുഷ്യൻ വിളിച്ചപ്പോൾ വന്നാരാ? കറുത്ത കുതിര. നാലാം ജീവി വിളിച്ചപ്പോൾ വിളറിയ പച്ചക്കുതിര അല്ലെങ്കിൽ മഞ്ഞക്കുതിര. അതിലേക്ക് വരാം. പ്രിയരേ, ലോകമിന്ന് കാണുന്ന അളവിലേക്ക്, ഇന്ന് കാണുന്ന സകല പുരോഗതിക്കും പിന്നിൽ ഈ കാലത്ത് ലോകത്തെ ഇങ്ങനെ ഉടച്ച് പരുവപ്പെടുത്താൻ എഴുന്നേറ്റ ഒരു സാമ്രാജ്യം ഗ്രേറ്റ് ബ്രിട്ടനാണ്. ബ്രിട്ടൻ ലോകത്തെ ഭരിച്ചുകൊണ്ടാണ് ലോകം ഇന്ന് കാണുന്ന അളവിൽ വളർന്നത്. ചിലരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ വേണേൽ ബ്രിട്ടീഷ് ചാരനായിട്ട് നാളെ ഫേസ്ബുക്കിൽ വന്നേക്കാം. പക്ഷെ പ്രശ്നമില്ല, നമ്മളിതെല്ലാം അനുഭവിച്ചോളാമെന്നറിഞ്ഞിറങ്ങിയല്ലേ. ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് അവനാണ് ഇംഗ്ലീഷ്. ബ്രിട്ടൻ. ഞാനും നിങ്ങളുമൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അല്ല, ഇത് പേർഷ്യനാണ്. പേർഷ്യൻ സംസ്കാരം. ജുബ്ബ. മോഡിജിയൊക്കെ ഇട്ടിരിക്കുന്നത് പേർഷ്യനാണ്. ജുബ്ബ മലയാളിയുടെ അല്ല, അത് ഭാരതീയൻ്റെ അല്ല, അത് പേർഷ്യനാണ്. ഓക്കെ. പക്ഷേ ഈ പാൻറ് ഷർട്ടൊക്കെ ആരുടെയാ? ഇതിപ്പം നമ്മുടെയാ. പക്ഷെ ആരും ഉണ്ടെന്നാ? ബ്രിട്ടീഷുകാർ. സാരിയോ? നവംബർ 1 അണിയുന്ന സാരി. നവംബർ 1 കേരളപ്പിറവിയുടെ അന്ന് സെറ്റുമുണ്ടൊക്കെ കൊടുത്തു വരൂലേ? ആരും ഉണ്ടെന്നാ? പഠിച്ചു. അതും പാശ്ചാത്യമാണ്. ബ്രിട്ടീഷ് രാജ്ഞി ന്യൂ ഹാഫ്മാൻ എന്നറിയപ്പെടുന്ന ഇവിടേക്ക് അയച്ചൊരു വ്യക്തിത്വം ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ കണ്ട് രാജ്ഞിക്ക് കത്തെഴുതി. സ്ത്രീകൾ ചിരട്ട കിഴിച്ച് തുളയുണ്ടാക്കി അതിൽ
നൂല് കെട്ടി അത് മാറുമറയ്ക്കാൻ അണിയുന്നു. ചിലരാകട്ടെ മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല. സ്ത്രീകളുടെ അവസ്ഥ കൂമ്പുപാളകൾ ധരിച്ച് പൊതുനിരത്തിലൂടെ നീങ്ങുന്നു. ഇന്ന് കേൾക്കുന്ന കുട്ടികൾ ഒരു പുഞ്ചിരിയോടെ കേൾക്കും, പക്ഷേ ക്രൂരമായിരുന്നു എന്ന്. ലോകത്തമ്മയ്ക്ക് മാറുമറയ്ക്കാൻ സമരം ചെയ്യേണ്ടി വന്ന ഏക നാടാണ് നമ്മുടേത്. മാറുമറയ്ക്കാൻ കേരള ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട് മാറുമറയ്ക്കൽ സമരം. ഞാനത് ആഗസ്റ്റ് 15 പ്രസംഗിച്ച ഒരു പ്രസംഗം കിടപ്പുണ്ട്, കണ്ടാൽ മതി, കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. 2 മണിക്കൂറുണ്ട്. പ്രിയരെ പറയട്ടെ. അപ്പോൾ ഈ ആഹ്മാൻ നേരെ കൊല്ലം റാണിയെ കാണാനായിട്ട് കയറി. റാണിയെ കാണാൻ കയറിയപ്പോൾ ഈ റാണി അര മുതൽ മുട്ടുവരെ മാത്രം നീളമുള്ള ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഭംഗിയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ല, ഈയിടയ്ക്ക് അത്ഭുത ശുശ്രൂഷ നടത്തിയവൻ്റെ ബെർമുഡ പോലൊന്നും അല്ല കേട്ടോ. അതിനൊരു ഐശ്വര്യമുണ്ട്. ആ വിധത്തിൽ റാണി നിൽക്കുന്നു. റാണിയുടെ അരപ്പട്ട അരഞ്ഞാണം ഈ വസ്ത്രത്തിന് മീതെ കിടക്കുന്നു. അത്തരത്തിൽ സ്വർണ്ണമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അലസമായൊരു വസ്ത്രം, ഒരു മേൽവസ്ത്രം ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. റാണിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൊമ്പമീശ ധരിച്ച 2 സൈനികർ നിൽപ്പുണ്ട്. അതിൽ ഈ വലിയൊരു തലപ്പാവ് തലയിലുണ്ട്. പക്ഷേ നഗ്നത മറയ്ക്കാൻ കഷ്ടിച്ച് 2 ഇഞ്ച് വസ്ത്രം മാത്രം. ഇപ്പോൾ ഇങ്ങനെ പുരുഷൻ ഒരു സ്ഥിരം എടുത്ത് നിന്നാൽ കേസെടുക്കും, അത് വേറെ കാര്യം. കയ്യിൽ വിഷാത്തി പിടിച്ചിട്ടുണ്ട്. ഹാഹ്മാൻ അമ്പരന്നു. റാണിയുടെ സ്ഥിതി ഇതാ. ഹാഹ്മാൻ രാജ്ഞി കത്തെഴുതി ബൽക്കായിട്ട് റോള് കണക്കിന് തുണി അയച്ചു കൊടുത്തിട്ട് റാണി പറഞ്ഞു, സകല സ്ത്രീകൾക്കും വസ്ത്രമില്ലാത്തവർക്കൊക്കെ 8-10 മുഴം അങ്ങ് മുറിച്ചു കൊടുത്തേക്കണം. സ്ത്രീകളെല്ലാവരും ഇനിമേൽ പെറ്റിക്കോട്ട് ധരിക്കട്ടെ. പെറ്റിക്കോട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ തെറ്റിച്ച് പറയാമെന്നല്ല, അത് ഇംഗ്ലീഷ് പദമാണ്. നിങ്ങൾ പറഞ്ഞ് പെറ്റിക്കോട്ടാക്കിയത് എന്തിനാ? ഒന്ന് എഴുതി നോക്കിയാൽ ശരിയാവണമെന്ന്. പെറ്റിക്കോട്ട് ഇങ്ങനെ പെറ്റിക്കോട്ട് തയ്ക്കാൻ വേണ്ടി കൊടുത്താണ്. നമ്മുടെ സ്ത്രീകളല്ലേ, അതിനൊന്നും നേരം കിട്ടിയില്ല. അവരിങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി മിച്ചം വന്ന ഇങ്ങനെ ചുറ്റി. ഈ സാധനമാണ് സാരി. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഇനിയും പറയാന്നേ, ഇങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. ഇതൊക്കെ ലോകത്തെ പഠിപ്പിച്ചത് ബ്രിട്ടനാണ്. ചികിത്സ ഇതുപോലെ തന്നെ. അവിടെ എന്തായിരുന്നു പണ്ട്? ആയുർവേദമുണ്ട്, ആയുസിൻ്റെ വേദം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കുഴപ്പം, ഈ വൈദ്യനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. വൈദ്യൻ ഇവിടെ ഇരിക്കും. നായർ നിൽക്കേണ്ട അകലുണ്ട്, തീണ്ടാപ്പാട് അകലത്തിൽ ശൂദ്രൻ നിൽക്കേണ്ട അകലുണ്ട്, ചണ്ടാളൻ നിൽക്കേണ്ട ഇടമുണ്ട്. 32-64 അടിയാണ് ഡോക്ടറും രോഗിയും തമ്മിലുള്ള വ്യത്യാസം. ഇടയാൾ ഓടിച്ചെന്നിട്ട് രോഗലക്ഷണം ചോദിക്കും. ചോദിച്ച് തിരിച്ചു വന്നിരുമ്പോൾ ഇദ്ദേഹം ഒരു കുറിപ്പടി കൊടുക്കും, മരുന്നൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും, ക്യാഷ് അവിടെ വച്ചേക്കാൻ പറയും. ഡോക്ടറും രോഗിയും തമ്മിൽ കാണില്ല യുദ്ധം. ഇങ്ങനെ ശക്തിപ്പെട്ട കാലത്താണ് ഈ സായിപ്പ് ഇങ്ങോട്ട് വന്നിട്ട് അയാളുടെ ബാഗ് തുറന്നു. അവിടെ നിന്നൊരു കുടല് കയ്യിലോട്ടെടുത്തു. കൂടെ ഒരു പെങ്കച്ചുണ്ട്. അവളിങ്ങനെ അടുത്ത് വന്നു. അവൾ ഈ പൾസൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി. അവൾ കൈ പിടിച്ച ആൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ശൂദ്രനാണോ നോക്കിയില്ല. ഈ ഡോക്ടർ ഈ സ്റ്റെതസ്കോപ്പ് കഴുത്തിലോട്ട് വെച്ചിട്ട് രോഗിയുടെ എല്ലാം നെഞ്ചത്ത് തൊട്ടു. മെർക്കുറിയിൽ മുക്കിയ ആ മാവിനെ ഉപയോഗിച്ചുകൊണ്ട് നാക്കിൻ്റെ അടിയിൽ വെച്ചു എല്ലാവൻ്റെ. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്ത് ജാതീയത മാറ്റിയ ഒരു ഉപകരണം ആ ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ്. മനസ്സിലായോ? ഇത് കൊണ്ടങ്ങ് തോട്ടം ഇങ്ങനെ തോട്ടം. മനസ്സിലായോ? അരിവാൾ കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ വലുത് ആ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്ത വിപ്ലവം. ഇങ്ങനെ കുത്തിയെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചില ആളുകൾ പറഞ്ഞു പണ്ടായിരുന്നു നല്ലത്, ഭാരതം പണ്ട് ഭയങ്കരമായിരുന്നു, ഭാരതം പണ്ട് ഭയങ്കര സംസ്കാരങ്ങളുടെ നാടായിരുന്നു, നളന്ദ ഉണ്ടായിരുന്നു, തക്ഷശില ഉണ്ടായിരുന്നു. ആർക്കാ പ്രശ്നം? ഉണ്ടാകട്ടെ. പക്ഷെ അവിടെ പഠിക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ഭയങ്കര പാട്ടും സംസ്കൃതവും വേദവും വേദാന്തം ഉണ്ടായിരുന്നു, നല്ലത്. പക്ഷേ എല്ലാവർക്കും പഠിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് ഞാൻ നളന്തയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഓക്സ്ഫോർഡിലോട്ട് പോകും. പുതിയ തലമുറയോട് ഞാൻ പറയാം, ഓക്സ്ഫോർഡിലേ പോകാവൂ, JNUവിലേ പോകാവൂ. നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. അതായി പറഞ്ഞു വരുന്നത്. പൗരാണികമായ എന്തോ സംഭവങ്ങളുടെ ഓർമ്മകളിൽ അഭിരമിക്കാനല്ല, മുമ്പോട്ട് ലോകത്തെ പോകാൻ പഠിപ്പിച്ചത് ബ്രിട്ടൻ്റെ സർവാധിപത്യമാണ്. ബ്രിട്ടനെ വിളിക്കുന്നത് വെള്ളക്കാരൻ. മനസ്സിലായോ? ബ്രിട്ടൻ ലോകത്തോട് ഇതാ പറഞ്ഞത് സമാധാനമാണ്. പക്ഷെ കൊടുത്തത് നല്ല അടിയാണ്.
എങ്ങനെ സമാധാനം വരുത്തിയത്? സമാധാനത്തിന് വേണ്ടി പോലീസ് ഒരു 5-6 വെടിവെച്ചു എന്ന് പറഞ്ഞ പോലെ ബ്രിട്ടൻ സമാധാനം പറഞ്ഞു, യുദ്ധം ചെയ്തു. ഒന്നാം ജീവി വിളിച്ചു വന്നത് ഒരു വെള്ളക്കുതിര. വെള്ള സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകം. പക്ഷെ അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നു, അവൻ്റെ കയ്യിൽ വില്ലുണ്ട്. കയ്യിൽ യുദ്ധായുധം ഉണ്ടെന്ന്, വേണ്ടി വന്നാൽ പ്രയോഗിക്കും. ഞാനൊരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ദിവാസന ഒരു സംശയം അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട് ഈ വില്ലേ ഉള്ളൂ, അമ്പില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞങ്ങനെ ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ വില്ലുണ്ടേൽ അമ്പുണ്ടല്ലോ, അങ്ങനെ ഇല്ലാത്തത് നിങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന്. ആ ശരി. അപ്പം ഞാൻ ചോദിച്ചു, യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമായിരുന്നു വേഷം, പാൻറ് കാണുന്നില്ലല്ലോ. പുള്ളി പറഞ്ഞു അതൊക്കെ ഉണ്ട്, ഇല്ലാത്ത പാൻറ് ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു. പത്രോ സംസാരിപ്പാൻ വായ തുറന്നു, അടച്ചതായിട്ട് കാണുന്നില്ലല്ലോ. ഇപ്പോഴും ആയിരിപ്പ എഴുതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതായി പറഞ്ഞു വന്നു. ഇത്തിരി 100 ഞാൻ അങ്ങോട്ട് പറയാമെന്നാ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഒരു കാര്യം പറയുമ്പോൾ ഒരു ചേർച്ച വേട്ടെ. കയ്യിൽ വില്ലുണ്ടായിരുന്നു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. എനിക്കൊരു കാര്യം അറിയാം, ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നം സിംഹമാണ്. ഇവിടെ വിളിച്ച ജീവി ഒരു സിംഹമാണ്. അപ്പോൾ ചോദിക്കും, ഒരു കെരൂബല്ലേ? തീർച്ചയായിട്ടും കെരൂബാണ്. അപ്പോൾ ഇതെങ്ങനെ ഒത്തുവരുന്നേ? പറയാം. ഭൂമിയിൽ നടക്കുന്ന ഏത് കാര്യത്തിലും അത്യുന്നതൻ്റെ കൺട്രോളുണ്ട്. അവൻ ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. ഈ വെള്ളയുടെ പവർ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന വേളയിൽ ലോകം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഒരു ചുവപ്പിൻ്റെ ശക്തി വെള്ളയുടെ ശക്തിയെ വെല്ലുവിളിച്ചു വരുന്നു. ആ ചുവപ്പൻ കുതിരയെ വിളിക്കുന്ന ആളിനെ കണ്ടോ? ഒരു കാള വിളിക്കുന്നു, വരിക. വന്നതാരാ? ചുവന്ന കുതിര. ശരിയാണോ? കാള തൊഴിലെടുക്കുന്നവൻ്റെ പ്രതീകമാണ്. വണ്ടി വലിക്കുക, നിലമൊഴുക, ഇതാ കാളയുടെ ജോലി. കാള വിളിച്ചു വരിക, വന്നത് ചുവന്ന കുതിര. ആ വിളിയാ നമ്മൾ 18-ാം നൂറ്റാണ്ടിൽ കേട്ടത്, ഒടുവിൽ കേട്ടത് സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക. ഒരു ചുവപ്പനാധിപത്യം, ആ ചുവപ്പനാധിപത്യം ശക്തിപ്പെട്ടിങ്ങനെ നിൽക്കേ വെള്ളയും ചുവപ്പും തമ്മിലുള്ള അടിക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ. 1945 മുതൽ 90 വരെയുള്ള ലോകചരിത്രം പഠിച്ചാൽ ലോകത്തൊരു സംഭവം ഉണ്ടായി, ശീതസമരം, കോൾഡ് വാർ. കുട്ടികൾ പഠിച്ചിട്ടുണ്ടല്ലോ കോൾഡ് വാർ. ഒരു കുട്ടിക്ക് പരീക്ഷ കിട്ടും, വാട്ട് ഈസ് കോൾഡ് വാർ? കോൾഡ് വാർ അവൾ എഴുതി. പാവപ്പെട്ട സൈനികർ കമ്പിളി വസ്ത്രമില്ലാതെ തണുപ്പ് രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ കഷ്ടപ്പെട്ട് പാകിസ്ഥാനെതിരെ നടത്തിയ യുദ്ധമാണ് ശീതസമരം. കാരണം തണുപ്പല്ലേ. ഇതല്ല ശീതസമരം. ശീതസമരം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു പരീക്ഷണം നടത്തുന്നു, അപ്പോഴേക്കും റഷ്യ മറ്റും നടത്തുന്നു. ഇവർ തമ്മിൽ അണ്വായുധ പരീക്ഷണം, ആയുധ പരീക്ഷണം, ആയുധ കിടമത്സരം, ഇങ്ങനെ ലോകത്തെ 2 ശാക്തിക ചേരികളായി പിളർത്തിക്കൊണ്ട് ഇവരിങ്ങനെ ഏറ്റുമുട്ടുക. അതിൽ അമേരിക്കയ്ക്ക് പിന്നെ ലോക മേധാവിത്വം വന്നേ. ബ്രിട്ടനിൽ നിന്ന് പറഞ്ഞു പോയത് അമേരിക്ക. ബ്രിട്ടനിലെ പ്രാർത്ഥനാ മനുഷ്യർ ചേക്കേറിയ സ്ഥലമാണ് അമേരിക്ക. ബ്രിട്ടനിലെ ഗുണ്ടാപ്പടകൾ ചേക്കേറിയ സ്ഥലമാണ് ഓസ്ട്രേലിയ. അവിടെ കൊള്ളരുതാത്തവൻ. അതിനാ മക്കളെ ഈ വിക്കറ്റ് വീഴുമ്പോൾ ഇമാരി തെറിയെല്ലാം പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? മുറ്റു തെറി, ഇന്ത്യക്കാരെയൊക്കെ തെറി വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉള്ള ഗുണ്ടകളെ മുഴുവൻ അങ്ങോട്ട് ആ ദ്വീപിൽ കൊണ്ട് തട്ടി. അപ്പോൾ ബ്രിട്ടനും ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾസ് എല്ലാം വൈറ്റ്സാണ്. അവരെ മൊത്തത്തിലെടുക്കണം. ലോകാധിപത്യം അവൻ്റെ കയ്യിലാണ്. അവനോട് കൃത്യ നമ്പറിൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഒരു ചുവപ്പൻ ആധിപത്യം ശക്തിപ്പെട്ടു. ഈ ചുവപ്പും വെളുപ്പും തമ്മിലുള്ള അടി. ഷായ്പിൻ്റെ നിറം വെളുപ്പ്, അവൻ്റെ മുടി വെളുപ്പ്, അവൻ്റെ കുതിര വെളുപ്പ്, അവൻ്റെ സംസ്കാരം എല്ലാം വൈറ്റാണെങ്കിൽ
മംഗോളിയൻ്റെ കൊടി അത് ചുവപ്പ്, മംഗോളിയൻ്റെ മുടി അത് ചുവപ്പ്, ചുവപ്പൻ സാമ്രാജ്യം അത്. ഇവരമ്മ ഇങ്ങനെ ഏറ്റുമുട്ടി 45 കൊല്ലം കഴിഞ്ഞു 1990. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം. കഴിഞ്ഞ നൂറ്റാണ്ട് വിട പറയുമ്പോൾ ഉറങ്ങാൻ കിടന്ന നിങ്ങൾ എന്ത് കെട്ട ഉറങ്ങിയെന്നറിയണ്ടേ? സോവിയറ്റ് യൂണിയൻ തകർന്നു. ചുവപ്പനാധിപത്യത്തിൻ്റെ തകർച്ച കേട്ട് ഉറങ്ങി നമ്മൾ ഉണർന്നപ്പോൾ മറ്റൊരു വാർത്ത. അമേരിക്കൻ ആധിപത്യം തകർന്നു, സാമ്പത്തിക പ്രതിസന്ധി. രണ്ടും തകർന്നു. തകർന്നെങ്കിലും അവർ തന്നെയാണ് കരുത്തർ. മനസ്സിലായില്ല? അല്പം ശക്തി ക്ഷയിച്ചു, പക്ഷെ അവർക്ക് തന്നെയാണ് പവർ. പക്ഷെ ആ വിടവിൽ ഒന്നാം ലോകം വെളുപ്പായിരുന്നു, രണ്ടാം ലോകം ചുവപ്പായിരുന്നെങ്കിൽ മൂന്നാം ലോകത്തെ ആളുകൾ ശ്രദ്ധിച്ചു, അത് കറുപ്പായിരുന്നു. മൂന്നാം ലോകത്തിൻ്റെ ആധിപത്യം കണ്ടു. മൂന്നാം ലോകം ഇന്ത്യ ഉൾപ്പെടെയുള്ള പട്ടിണി രാജ്യങ്ങളാണ് മൂന്നാം രാജ്യങ്ങൾ. സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ഈ വികസ്വര രാജ്യങ്ങളും തേർഡ് വേൾഡ് കൺട്രീസ്. അവരുടെ പ്രശ്നം ഭക്ഷണമില്ല, ഇന്ധനമില്ല, പകർച്ചവ്യാധി, കുട്ടികൾക്ക് പോഷകാഹാരമില്ല, വിദ്യാഭ്യാസക്കുറവ്. ഇതാ പ്രശ്നം. മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള വലിയ വലിയ സംഘടനകൾ പമ്പ് ചെയ്യുന്ന പണം പക്ഷേ രക്ഷപ്പെടുന്നില്ല. കുട്ടികൾ അല്ലെങ്കിൽ തലമുറകൾ കൂടുതൽ, ജനസംഖ്യ കൂടുതൽ, അവർക്ക് വേണ്ടത്ര ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ വിളിക്കുന്നു വരിക, വരുമ്പോൾ ഒരു കറുത്ത കുതിരയെ കാണുന്നു, അതിന്മീതെ ഒരുവനിരിക്കുന്നു, അവൻ കയ്യിലൊരു തുലാസ് പിടിച്ചിരിക്കുന്നു, പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, 3 ഇടങ്ങഴി യവം. എത്ര കൃത്യതയോടെയാണ് മൂന്നാം രാജ്യങ്ങളുടെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച് കൃത്യം പ്രവചിച്ചിട്ട് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്, ഇന്ധനക്ഷാമം. ഞാൻ 15 കൊല്ലം മുമ്പ് LPGക്കൊക്കെ വിലയില്ലാത്തൊരു കാലത്ത് പ്രസംഗിച്ച ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനം യൂട്യൂബിൽ കിടപ്പുണ്ട്. പ്രവചനം പോലെ അവയൊക്കെ നിറവേറിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അധികം പാചകവാതം ഉപയോഗിക്കരുത്, പെട്രോളിയം ഉപയോഗിക്കരുത്. ഇത് ഞാൻ 15 കൊല്ലം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ഇന്നത് യാഥാർത്ഥ്യമായി. ഈ തേർഡ് വേൾഡിലെ നിറം കറുപ്പാണ്. ഒരു കറുപ്പാധിപത്യം ചരിത്രത്തിലേക്ക് വരിക, ഒരു കറുത്ത ലോകരാഷ്ട്രങ്ങളുടെ ശക്തിപ്പെടൽ മുമ്പോട്ട് വരിക. ഇന്ത്യയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനൊക്കെ പ്രവചനപരമായ വേറെ കാരണമുണ്ട്, നമുക്ക് അതിലേക്ക് പോകാൻ നേരമില്ല, അവസാനിപ്പിക്കണം. പക്ഷേ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മറ്റൊരു സംഭവം. ഒരു വിളറിയ പച്ചക്കുതിര, ക്ലോറോസ്. ഇത് ഓർക്കാനൊരു വഴി പറയാം. ഈ ചെടികൾക്ക് പച്ച നിറം കൊടുക്കുന്ന രാസവസ്തു ഏതാ? ഏഷ്യൻ പെയിൻ്റാ? അല്ല, ഏതാ? അതന്നെ ക്ലോറോസ്. ക്ലോറോഫിൽ എന്ന മറ്റതിൻ്റെ പ്രയോഗം. ക്ലോറോസ് പച്ച, പച്ച വിളറി. എന്താ പച്ചയെന്ന് അറിയണ്ടേ? അത് ലോക തീവ്രവാദത്തിൻ്റെ നിറമാണ് പച്ച. വിശദീകരിക്കാൻ നേരമില്ല. ലോക തീവ്രവാദം. ഉച്ചഭക്ഷണത്തിന് കുഞ്ഞ് പാത്രം തുറന്നു, ഉച്ചഭക്ഷണത്തിന് വിശപ്പേറി ഓടിച്ചെന്ന് പാത്രം തുറക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഓർമ്മ വരുമല്ലോ. ഈ പാത്രം കൊണ്ട് തുറക്കുമ്പോൾ കൊതിയോടെ വിശപ്പോടെ ആഹാരത്തിന് അങ്ങോട്ട് നിന്ന് പിടിച്ചു തുറക്കുകയും അതിൽ രഹസ്യത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടുന്നു. കുഞ്ഞ് പൊട്ടിത്തെറിക്കുന്നു. ക്ലാസ് മുറി മുഴുവൻ പുകയും തീയും കൊണ്ട് നിറയുന്നു. കുഞ്ഞുങ്ങളെ കലാലയത്തിൽ നിഷ്കരുണം കൊല്ലുന്ന, കാണ്ഡഹാറിലെ വിമാനം തട്ടി റാഞ്ചികളെ കൊണ്ട് പൂട്ടിയിടുന്ന, അവരെ സ്വന്തമാക്കുന്ന, യാതൊരുവിധ മനുഷ്യത്വവുമില്ലാതെ അതിഹീനമായി പെരുമാറുന്ന ലോക തീവ്രവാദം നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇതൊരു കൺവെൻഷനാണ്. ഇതൊക്കെ യൂട്യൂബിൽ വേണ്ട പോലെ പറഞ്ഞത് കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ,
ലോക തീവ്രവാദം നമുക്കറിയാം അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ശക്തിപ്പെടുകയാണ്. പക്ഷേ ആ രാജ്യങ്ങളിൽ അമേരിക്ക ആധിപത്യം ചെലുത്തി. ഇറാനിൽ, പിന്നീട് ഇറാഖിൽ, പിന്നെ അഫ്ഗാനിൽ, ഈ പറയപ്പെട്ട ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളിൽ അമേരിക്ക ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തിട്ട് ഇവരെ അടിച്ചൊതുക്കിയപ്പോൾ ഈ പച്ചയുടെ വീര്യം കിട്ടു. അങ്ങനെ അത് മഞ്ഞയായി. എങ്കിലും ആ നിറം അവിടെ കിടപ്പുണ്ട്, എപ്പോഴും തിരിച്ചു വരാം. ഒതുക്കി പൂട്ടിക്കെട്ടി തീവ്രവാദത്തിന് ശമനം വരുത്തി വെച്ചു. വ്യക്തത വരുന്നുണ്ടോ? പ്രവചനം പഠിക്കണേ, ബൈബിളും പഠിക്കണം, വാർത്തയും കാണണം. അടിച്ച് പൂട്ടി ഒതുക്കി പരുവപ്പെടുത്തി അവിടെ ഇട്ടു. എന്നിട്ട് അടങ്ങുന്നില്ല. പതുക്കെ തലപൊക്കി തീവ്രവാദം കൺമുമ്പിൽ വന്നു നിൽക്കുന്നു. ലോകം അപകടകരമായൊരു കാലാവസ്ഥയെ താണ്ടുന്നു. ഇതൊന്നും പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പേടി വരും നമുക്ക്. അങ്ങനൊന്നും നമ്മൾ പേടിക്കില്ല. തീയിൽ കുരുത്ത നമ്മൾ വെയിലത്ത് പാടുമോ? ഒന്നുമില്ല. തീവ്രവാദം ശക്തിപ്പെടുമ്പോൾ ഈ കുതിരയുടെ പുറത്തൊരുവനിരിക്കുന്നു, പേര് മരണം. പുത്രനെ നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു. പുത്രനെ, ദൈവപുത്രത്വം നിഷേധിക്കുന്നവൻ കള്ളനും കൊലപാതകിയും. വചനം കൃത്യം പറയുന്നു. പുത്രനെ നിഷേധിക്കുന്ന എതിർ ക്രിസ്തു ദൈവത്തിന് പുത്രനോ എന്ന് ചോദിക്കുന്ന സംഭാഷണം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ തലമുറ പഠിക്കട്ടെ. പച്ച തീവ്രവാദത്തിന്റെ ശക്തിപ്പെടൽ നമ്മുടെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നു. ജനമുണരണം, പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. വിശേഷിച്ച് ഡോക്ടറാകുന്നതും എഞ്ചിനീയറാകുന്നതും IAS എടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിലും വലിയൊരു ഉദ്ദേശം ദൈവമക്കൾക്കുണ്ടായ ഇന്ന് രാത്രി പിരിയാവും. അവൻ ഡോക്ടറോ എഞ്ചിനീയറോ IAS IPS ആകട്ടെ, പക്ഷെ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവകൃപയുള്ളൊരു പങ്കാളിയായിരിക്കണം. അവൾക്ക് ലഭിക്കേണ്ടത് അവന് ലഭിക്കേണ്ടത്. ഈ ഉദ്ദേശം വെച്ച് ഇന്നു മുതൽ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കളെ, ആരാധിക്കുന്ന തൻ്റെ മക്കളെ, വചനം കയ്യിലേന്തുന്ന തൻ്റെ മക്കളെ സൂത്രത്തിൽ വലയിലാക്കാൻ പാകത്തിന് ശത്രു വലവിരിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം. അതുകൊണ്ട് മക്കളുടെ ഭാവി എന്ന് പറയുന്നത് സാമ്പത്തിക പുരോഗതിയല്ല, വിദേശ രാജ്യത്തേക്ക് പോകുന്നതല്ല. അതിനൊക്കെ അപ്പുറത്ത് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകാതെ നമുക്കും ഇത് തലയുയർത്തി നിൽക്കുന്ന ഇത്തരം ഭീഷണികളെ കണ്ടുണർന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ ഒത്തിരി പേരെ കൗൺസിലിങ്ങിലൂടെ മടക്കിക്കൊണ്ടുവരികയാണ്. അതൊക്കെ പിന്നീട് പുറത്തുവിടാം. നമ്മളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നറിയാം. വലിയൊരു സമരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വലിയൊരു യുദ്ധത്തിൽ, ആശയയുദ്ധത്തിലാണ്. ഒരു കാര്യം ഉറപ്പുണ്ട്, പ്രാണനെ നശിപ്പിക്കാൻ ഒരുമ്പെട്ട് വരുമ്പോഴും അരുമനാഥൻ പറഞ്ഞു, പ്രാണനെ നശിപ്പിക്കുന്നവനെ ഭയപ്പെടരുത്. ഭയമില്ലാതെ ഈ ആത്മമണ്ഡലത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഘടകം ഒരു ആത്മഭാരമാണ്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ വചനം. അത് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ ഓരോരുത്തർക്കും അനുഭവവേദ്യമാകാൻ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു വലിയ സൈന്യം സജ്ജമാകട്ടെ. അതാണ് ഇനി കാലത്തിന്റെ ഉണർവ്. പ്രൈസ് ദി ലോർഡ്. സമയപരിധിയുണ്ട്, നമുക്ക് നിർത്തണം. പാതാളം ഈ മരണത്തെ പിന്തുടർന്നു. ഇംഗ്ലീഷ് കിടക്കുന്ന ശവക്കുഴി പിന്തുടർന്നു. ഗ്രേവ്. എൻ്റെ അർത്ഥം എന്താ? ഇങ്ങോട്ട് തട്ട്. ശവങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഭീകരതയുടെ നാളുകൾ സൃഷ്ടിക്കുമ്പോൾ അടുത്ത വചനം പറയുക, ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരണം വന്നു. ഇതൊക്കെ എഴുതി വെച്ച കാലത്ത് ഇത്രയും കാട്ടുമൃഗമില്ല. ഇന്ന് തെരുവുകളിലൊക്കെ പന്നി, വിഷപ്പാമ്പുകൾ. ഓരോ മൃഗങ്ങളെയും കൊല്ലാൻ പാടില്ല. നോക്കണേ, മനുഷ്യ ശരീരത്തെ കടിച്ചു മുറിക്കുന്ന, കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല്ലുന്ന തെരുവ് നായ്ക്കളെപ്പോലും കൊല്ലാൻ പാടില്ല. ഇവയൊക്കെ വളരെ ഇങ്ങനെ. ഈ കിതാബ് എത്ര വർഷം മുമ്പ് ഇതൊക്കെ നിരീക്ഷിച്ച് നിങ്ങൾ ഓർത്താൽ മതി. അവശേഷിക്കുന്നവരെ കടിച്ചുകുടയാൻ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരണം വന്നു.
ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അവിടെയാണ് ഉണർവ് വേണ്ടത്. നിങ്ങൾ ഉണരുന്നില്ലെങ്കിൽ, ഈ ഗത്സമനയിൽ അരിമനാഥൻ നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉണരുന്നില്ലെങ്കിൽ, നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ, ഉണരാൻ പാടില്ലാത്ത ഒരു വ്യാജൻ ഉണരും. അവന്റെ പേരാ യൂദ. അവൻ വേഗത്തിൽ ഓടിപ്പോയിട്ടുണ്ട്. ഒറ്റിക്കൊടുക്കുന്ന 30 വെള്ളി നാണയത്തിന് വേണ്ടി കരം നീട്ടി നിൽപ്പുണ്ട്. നീ ഉറങ്ങുമ്പോൾ ഉണരാൻ പാടില്ലാത്തവൻ ഉണരും. അവൻ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ ശക്തിപ്പെടാനാ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടാ ഈ ഗതികേട് വന്നത്. യേശു ഗത്സമനെ പ്രാർത്ഥിച്ച ചിലരുടെ പരാതി. പക്ഷേ നിങ്ങളുടെ കാര്യം കണ്ടോ? പ്രാർത്ഥിച്ച യേശു ഗത്സമനയ്ക്ക് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്ത് വേണം? ആ ചങ്കുറപ്പ് നിങ്ങൾ കണ്ടോ? അതാ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത്. അല്ല ഓടി ആ മലമണ്ട വഴി കയറി അവിടെ കയറി പാത്തിരുന്നോ? ഈശന്മാരോട് പറഞ്ഞോ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞോ? എൻ്റെ ഗുരു അങ്ങനല്ല. എൻ്റെ ഗുരു കരയുന്നത് പിതാവിൻ്റെ സന്നിധിയിലാണ്. അവിടുത്തെ മുതുമുത്തച്ഛൻ ദാവീദും ഇങ്ങനായിരുന്നു. കാലത്തും സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും സന്ധ്യയ്ക്ക് ഏത് നേരത്തും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. കക്ഷി കരയും. പക്ഷേ കാര്യത്തോടെടുത്ത് മറ്റവനിങ്ങോട്ട് വരും പറയാ, എടാ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാനതൊന്നും വകവെച്ച് തരില്ല. ഇതാ അകത്ത് പ്രാർത്ഥിക്കുന്നവൻ്റെ കരുത്ത്. ഗത്സമനയിൽ പ്രാർത്ഥിച്ചവർ വന്നിട്ട് ചോദിച്ചോ, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനായ യേശുവിനെ. അത് ഞാനാ. ആ ചങ്കുറപ്പിന്റെ പേരാ കർത്താവായ യേശുക്രിസ്തു. കാലവിളംബമന്യേ അവൻ തനിക്കായി കാത്തിരിക്കുന്ന കാന്തയെ ചേർക്കാൻ വാനവിരവിൽ പ്രത്യക്ഷനാകാൻ പോകുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവന്റെ വരവ് വേഗത്തിൽ സംഭവിക്കാൻ കാലമടുത്തിരിക്കയാൽ ഇന്ന് രാത്രി മനസ്സിലാക്കൂ, ലോകം ഒരുങ്ങുന്നു അവന്റെ വരവിന് വേണ്ടി. നാടൊരുങ്ങുന്നു, സമൂഹം ഒരുങ്ങുന്നു. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കട്ടെ, ഉണരട്ടെ, ജാഗരിക്കട്ടെ, കാത്തിരിക്കട്ടെ. നമ്മുടെ കാന്തൻ വരാറായി. ആ പ്രതീക്ഷയിൽ, ആ പ്രത്യാശയിൽ നമുക്കൊരുങ്ങാം, ഉണരാം, ജാഗരിക്കാം, കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.